മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള തിരുവചനങ്ങൾ. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള തിരുവചനങ്ങൾക്കകത്തു നിന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. ഇവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിലിൻ കീഴിലോ വയ്ക്കുമാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വയ്ക്കുന്നത്? വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായത് ഒന്നുമില്ല, വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായത് ഒന്നുമില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും, അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് അവൻ അവരോട് പറഞ്ഞു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കർത്താവ് വീണ്ടും സംസാരിക്കുകയാണ്. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിലിന് കീഴിലോ വയ്ക്കുമാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വയ്ക്കുന്നത്? അങ്ങനെ കർത്താവോടെ പറഞ്ഞിട്ട് താഴോട്ട് ഗൂഢമായതൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. നമ്മളിതിനെ മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 15-16 വചനങ്ങൾക്കകത്ത് ഇത് വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 15-16 വചനങ്ങൾ ഞാൻ അതുകൂടെ വായിക്കാം. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കും. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. 16-ാം വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വളരെ വളരെ പ്രധാനപ്പെട്ട സീരിയസ് ആയ ഒരു മെസ്സേജാണ്. നമ്മുടെ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ വീട്ടിനകത്തെ വിഷയങ്ങൾ, ഭവനത്തിലെ വിഷയങ്ങളുമായിട്ട് പ്രാർത്ഥിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. ഭവനത്തിലെ വിഷയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ, സമാധാനമില്ലാത്ത വീട്ടിലെ അന്തരീക്ഷങ്ങൾ, മക്കളുമായിട്ട് സമാധാനത്തോടെ പോകാൻ പറ്റാത്ത അന്തരീക്ഷങ്ങൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഇഷ്യൂസ്, അങ്ങനെ ഭവനത്തിനകത്തെ ഇഷ്യൂസ്. ഞാൻ ഭവനത്തിനകം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പറയാൻ ശ്രമിക്കുകയല്ല, എങ്കിലും നമ്മളിതിൻ്റെ സ്റ്റാർട്ടിങ് ഭവനത്തിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതം കിടക്കുന്ന ഭവനത്തിന്. അത് കഴിഞ്ഞ് മാത്രമേ നമുക്ക് പുറത്തോട്ട് എന്തെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശുശ്രൂഷകരായ നമ്മുടെ കാര്യം അത് തന്നെയാണ്. ആലയത്തിലാണ് വീട്ടിലാണ് ഒന്നാമത് ശുശ്രൂഷ നടക്കുന്നത്. സ്വന്തം ഭവനത്തിലാണ്. സ്വന്തം ഭവനത്തിൽ ശുശ്രൂഷ ക്ലിയർ അല്ലാത്ത ഒരാൾക്ക് പുറത്ത് ശുശ്രൂഷ ക്ലിയർ ആവില്ല. കർത്താവ് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറഞ്ഞു വരുന്നത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിൽ മേൽ അത്ര വയ്ക്കും. വിളക്ക്, നമുക്ക് വിളക്കിനെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വിളക്ക് അത് പറയുടെ കീഴെന്ന് പറയുമ്പോൾ, പറയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ അരി നെല്ലൊക്കെ അളക്കുന്ന പാത്രം, ആ അളവ് പാത്രം ഇങ്ങനെ അതെടുത്തിട്ട് ഈ വിളക്കിൻ്റെ മുകളിൽ മൂടി വെച്ചാൽ ആർക്കും വെളിച്ചം കിട്ടാൻ പോകുന്നില്ല. അതാണ്. കട്ടിലിൻ്റെ അടിയിൽ ഈ വെളിച്ചം വെച്ചാലും ആർക്കും അത് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് യൂസ് ഒന്നുമില്ല. എന്നാൽ അതിനെ തണ്ടിന് മേലെ എടുത്ത് വയ്ക്കണം. നമുക്കറിയാം പഴയ കാലങ്ങളിലുണ്ടായിരുന്ന ആ വെളിച്ചം അങ്ങനെ അതിൻ്റെ തണ്ട് ഒരു പ്രത്യേക ഹൂക്കുണ്ട്, അതിൻ്റെ മുകളിൽ എടുത്ത് വയ്ക്കുന്ന സമയത്ത് എല്ലാവർക്കും വെളിച്ചം. ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റി ലൈറ്റ് അതല്ല, അതുകൊണ്ട് അങ്ങനെ പറയുന്നു. അപ്പോൾ അതെടുത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വെളിച്ചം കിട്ടും. അപ്പോൾ ഈ കർത്താവ് എന്നിട്ട് പറയാണ്, അങ്ങനെ തന്നെ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ മറ്റുള്ളവർ കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇത് ഇടയാവും. അതാണ് കർത്താവ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതിലും എടുത്ത് പറയുന്നു നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ. അപ്പോൾ നമ്മുടെ വെളിച്ചം പൊങ്ങി ഇങ്ങനെ ഇരിക്കണേ. അപ്പോൾ വെളിച്ചം എന്താണ്? നല്ല പ്രവൃത്തിയാണ്. അങ്ങനെയാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ആ നല്ല പ്രവൃത്തി കണ്ടിട്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയായിത്തീരും. അപ്പോൾ നമ്മുടെ ഭവനത്തിലേക്ക് കോൺടാക്ട് ചെയ്യാം. വീടുകളിലേക്ക് നോക്കുക. ഭവനത്തിലെ ഇഷ്യൂസ്, പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, പലതരത്തിലെ സങ്കടങ്ങൾ, വിഷമങ്ങൾ, പ്രാർത്ഥനയില്ലായ്മകൾ. ചിലർക്ക് പ്രാർത്ഥനയില്ല, ചിലർ പ്രാർത്ഥിക്കുന്നു. ചിലർക്ക് നല്ല സ്വഭാവമല്ല, ചിലർക്ക് നല്ല സ്വഭാവമാണ്. പലരെ പറ്റി നമ്മൾ വേദന പറയുന്നു, പ്രശ്നങ്ങൾ പറയുന്നു. വീട്ടിനകത്ത് ചില ഇഷ്യൂസ് ഒന്നും നന്നായിട്ടൊന്നും ശരിയാകുന്നില്ല. ഇങ്ങനെയൊക്കെ ഭാരപ്പെടുന്ന ആൾക്കാരില്ലേ? ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒറ്റ കാര്യം, വിളക്ക് കത്തിച്ച് മുകളിലങ്ങ് വെച്ചാൽ. സിമ്പിളാണ് ഈ സംഭവം. വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വയ്ക്കുക, എല്ലാവരും പ്രകാശവും. ഇത്രേ ഉള്ളൂ സാധനം. വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വയ്ക്കുക, എല്ലാവരും പ്രകാശമാണ്. വിളക്ക് ആര് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു വീട്ടിൽ ആരാണ് വിളക്ക്? ഒരു വീട്ടിൽ എത്ര വിളക്കുണ്ട്? വിളക്കുണ്ടോ? വിളക്കുണ്ടെങ്കിൽ അത് ഒന്ന് ഉയർത്തി വച്ചാൽ എല്ലാ കാര്യവും ശരിയാവും. പ്രിയമുള്ളവരെ, വെളിച്ചം എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ, ഞാനൊരു ക്ലാരിറ്റി വരുത്തരാം. നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ ഒന്നെടുത്ത് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം.
നമ്മുടെ സ്വഭാവം ഒരു വെളിച്ചമാണ്. ഇതെല്ലാം സ്പിരിച്വലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും ക്രമേണ. ക്യാരക്ടർ, ഇതെല്ലാം മനസ്സിലാക്കുക. നമ്മൾ എപ്പോഴും ഞാൻ സൂചിപ്പിക്കാറുണ്ട്, ഒരു തിന്മ നിങ്ങളിൽ ഇരിക്കുന്നുവെങ്കിൽ വെളിച്ചമല്ല, അയാൾ വെളിച്ചമല്ല, ഇരുട്ടാണ്. ഒരു തിന്മ നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ അത് ഇരുട്ടാണ്, വെളിച്ചമല്ല. ആ വ്യക്തിക്ക് ഒരിക്കലും ആ വീട്ടിനകത്തൊരു വെളിച്ചമായി ശോഭിക്കാൻ കഴിയില്ല. എത്ര നമ്മൾ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാക്കിയായിരുന്നാലും പല ആൾക്കാർ വഴക്കുണ്ടാക്കുന്നു വെറുതെ. അവർ ശരിയല്ല, ഇവർ ശരിയല്ല, ഭർത്താവ് ശരിയല്ല, ഭാര്യ ശരിയല്ല, മക്കൾ ശരിയല്ല. നമ്മളിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ആളോ, ഈ പറയുന്ന ആൾക്ക് പറച്ചിൽ മാത്രമേ കാണൂ. അയാൾ വെളിച്ചമല്ലാത്തടുത്തോളം കാലം ഒരിക്കലും ആ വീട്ടിൽ ദൈവസാന്നിധ്യം വരാൻ പോകുന്നില്ല. ദൈവസാന്നിധ്യമാണ് ഈ വെളിച്ചം. ഈ പ്രകാശത്തിലാണ് നിങ്ങളുടെ നന്മകളെല്ലാം വീടിനകത്ത് ഉരുത്തിരിഞ്ഞ് വരുന്നത്, തലമുറയിൽ പകരപ്പെടുന്നത്. ഒരാളെങ്കിലും വെളിച്ചമാണെങ്കിൽ, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ്. ഒരാളെങ്കിലും വെളിച്ചമാണെങ്കിൽ ആ വീട് ഉറപ്പായിട്ട് വെളിച്ചമായി മാറിയിരിക്കും. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. ഒരാളെങ്കിലും, ഒരാൾ അയാളുടെ ക്യാരക്ടർ എടുത്തു നോക്ക്. ക്യാരക്ടർ നമ്മളെപ്പോഴും സൂചിപ്പിക്കുന്നത് വിശാലമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവം വെളിച്ചമായി മാറിയാൽ ആ വീട് വെളിച്ചമാവും. സ്വഭാവം എടുത്ത് പറയുന്നു. കർത്താവ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. ഓരോ വീടും വെളിച്ചമാക്കി മാറ്റുക എന്നുള്ളത് കർത്താവിൻ്റെ ലക്ഷ്യമാണ്, അല്ലേ? നമുക്ക് പൈസ തരിക, നമുക്ക് ആരോഗ്യം തരിക, നമുക്ക് നല്ല വിദ്യാഭ്യാസം തരിക, നമുക്ക് ജീവിത സാഹചര്യം ഒരുക്കി തരിക, ഇതൊന്നും കർത്താവിന് പാടുന്നുള്ള കാര്യമൊന്നുമില്ല. കർത്താവ് അതൊക്കെ തന്നെ റെഡിയാണ്. പക്ഷെ ഒറ്റ കണ്ടീഷൻ, നിങ്ങൾ വെളിച്ചമാകും. ഇതിനാണ് ദൈവമക്കളോട് കർത്താവ് ഈ പ്രഷർ ചെയ്യുന്ന ഒരൊറ്റ കേസ്. ഇതാ, ഏത് പ്രശ്നത്തിനും മറുപടി കർത്താവ് ഒരിക്കലും ഒരു ദൈവമക്കളെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലുമില്ല. നിങ്ങൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും ദൈവം തൻ്റെ മക്കളെ വേദനിപ്പിക്കാനോ നരകിപ്പിക്കാനോ കഷ്ടപ്പെടുത്താനോ കടഭാരത്തിൽ കടക്കാനോ രോഗിയായി ആഗ്രഹിക്കുന്നേയില്ല. അങ്ങനെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പക്ഷേ അങ്ങനെ ഒരു വേദന വന്നാൽ അത്രയും വ്യക്തമായ ഒരു പർപ്പസ് കാണുവാനകത്ത്. അത് അത്ര നല്ല ദൈവമക്കൾക്ക് ഒരു വേദന വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ പൗലോസ് പറയും പോലെ ഒരു അത്രയും അങ്ങനെ ആണെങ്കിൽ, അല്ലാതെ കർത്താവ് ആരെയും അങ്ങനെ വേദനിപ്പിക്കില്ല. നന്നായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളെ കർത്താവ് ഒരുക്കിയിട്ടുള്ളൂ. കർത്താവ് ഒരൊറ്റ കണ്ടീഷനെ പറയുന്നുള്ളൂ, നിങ്ങൾ വെളിച്ചമാകും. വെളിച്ചമാകും, വെളിച്ചമാകും. നിങ്ങൾ വെളിച്ചം നഷ്ടപ്പെട്ടു, നിങ്ങൾ വെളിച്ചം ഇരുളായാൽ ഇരുൾ എത്ര അധികം ഇരുളായി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ സ്വഭാവത്തെ എടുത്ത് നോക്കിയാൽ, ക്യാരക്ടർ എടുത്ത് നോക്കിയാൽ, അയാളുടെ സ്വഭാവം വെളിച്ചമല്ല എങ്കിൽ അദ്ദേഹത്തെ സ്വഭാവത്തെ വെളിച്ചമാക്കി മാറ്റുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ സമ്പത്തിന് വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടായിരിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കുടുംബ സമാധാനമായിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില മറ്റെന്തെങ്കിലും ഭൗതിക നന്മകളായിരിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നല്ലതാണ്, തെറ്റൊന്നുമില്ല, പ്രാർത്ഥിക്കാം. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത് നീ ഒരു വെളിച്ചമാകടാ, നീ ഒരു വെളിച്ചമാകൂ. അമ്മയോട് പറഞ്ഞു നീ വെളിച്ചമാകൂ, അപ്പനോട് പറഞ്ഞു നീ വെളിച്ചമാകൂ. എന്നിട്ട് നീ പൊങ്ങിയിരിക്കൂ, വെളിച്ചമായിട്ടിരിക്കൂ, എല്ലാം ശരിയാവും. ഈ വെളിച്ചം കൊണ്ട് വീട്ടിനകത്ത് കത്തിക്കഴിഞ്ഞാൽ സമസ്ത മേഖലകൾ ക്ലീൻ. വീട് മുഴുവൻ ക്ലീൻ, വീട് മുഴുവൻ വെളിച്ചം, വീട് മുഴുവൻ സമാധാനം, വീട് മുഴുവൻ സന്തോഷം. പ്രശ്നങ്ങൾ മാറുന്നു. കർത്താവ് നിങ്ങൾ മനസ്സിലാക്കും. നമ്മൾ ചോദിക്കുന്ന സാധനം എടുത്ത് കൈ തരാൻ കർത്താവിന് മടി കാണിക്കുന്നതിൻ്റെ റീസൺ ഇരുട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇരുട്ടിരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ക്ലീനാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ വെളിച്ചമാണെന്ന്. പക്ഷെ നമ്മുടെ ആത്മാവിലേക്ക് ഒന്ന് തുറന്നു നോക്കുന്ന സമയത്ത്, കർത്താവ് നമ്മുടെ ആത്മാവിലേക്ക് നോക്കുന്ന സമയത്ത് ആത്മാവ് ഇരുട്ടാണ്. അതിൻ്റെ റീസൺ നമ്മളുടെ ക്യാരക്ടർ വിശുദ്ധിയില്ല, ക്ലീനല്ല. ഇരുന്ന് പഠിച്ചു നോക്കൂ, നിങ്ങളെ തന്നെ ഇരുന്ന് പഠിച്ചു നോക്കൂ. നിങ്ങൾ വെളിച്ചമാണോ? നിങ്ങൾ ക്യാരക്ടർ ശരിയാണോ? രഹസ്യമായും പരസ്യമായും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ സംസാരങ്ങൾ, പെരുമാറ്റം ഇന്ന് നന്നായിരിക്കും, നാളെ നന്നായിരിക്കും, മറ്റന്നാൾ നമ്മൾ തകർക്കണം. 5 ദിവസം നന്നായിട്ടിരിക്കും, 6ാം ദിവസം ആ വ്യക്തി വെളിച്ചമല്ല. അത് കള്ളത്തരമാണ്. ആ വെളിച്ചം പെർഫെക്ഷൻ ഇല്ലാത്ത വെളിച്ചമാണ്. അപ്പോൾ കർത്താവ് നിങ്ങളെ വെറുക്കുന്നൊന്നുമില്ല. കർത്താവ് നമ്മൾ വെറുക്കുന്നത് അതിന് വരെ കർത്താവ് എന്ത് ചെയ്തറിയാമോ? നിങ്ങളെ വെളിച്ചമാക്കി. സ്നേഹമല്ലേ കർത്താവ്? നമ്മൾ പ്രാർത്ഥിക്കല്ലേ? അപ്പോൾ കർത്താവിനറിയാം ഇവനെ വെളിച്ചമാക്കി എടുക്കണം, ഇവിടെ വെളിച്ചമാക്കി എടുക്കണം, നന്നാക്കി എടുക്കണം, സ്വർഗ്ഗരാജ്യത്ത് വരേണ്ട ആളാണ്, വെളിച്ചമായാലേ സ്വർഗ്ഗത്തിൽ പോകുന്നുള്ളൂ. അപ്പോൾ കർത്താവ് ഇവരെ ഒന്ന് ഇങ്ങനെ വെളിച്ചമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ഈ ശ്രമത്തിനകത്താണ് ഈ ഞെരുക്കം, ഈ ടെസ്റ്റുകൾ, ഈ പരീക്ഷകൾ, ഈ വേദനകൾ. നമ്മൾ പ്രാർത്ഥിച്ച് പോകുമ്പോഴും ഞെരുക്കം. അപ്പോൾ കർത്താവ് ഒന്ന് ശരിയായിട്ടില്ല, കുറെ കൂടി ശരിയാവാനുണ്ട്, കുറച്ചുകൂടി ശരിയാവാനുണ്ട്. ശരിയായി നീ ഒരു പ്രകാശമായി മാറുമ്പോൾ കർത്താവിന് സന്തോഷമാവും. വാരിക്കോരി സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കില്ലയോ? സംശയമേ വേണ്ട ഈ കാര്യത്തിൽ. ഒരൊറ്റ കേസിലാണ് കർത്താവ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒരു വചനം ശ്രദ്ധിച്ച്, റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13-ാം വചനം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13-ാം വചനം. കഷ്ടത സഹിഷ്ണുതയും
സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എന്തിനാ കഷ്ടത? അവിടെ പറയുന്നത് കഷ്ടത സഹിഷ്ണുത, സഹിഷ്ണുത സിദ്ധത. സിദ്ധത ക്യാരക്ടർ എന്നാണ്. കഷ്ടത വരുന്ന സമയത്ത് ഇവൻ സഹനം എന്തെന്ന് പഠിക്കും. ഇല്ലെങ്കിൽ ചാട്ടമാണ്, ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര ജാടയാണ്, എന്തോ ഭാവമാണ്, ഞാനെന്ന ഭാവമാണ്. ഒരു സഹനമെടുക്കാനോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഒന്ന് പൊറുക്കാനോ ഒന്ന് സഹിക്കാനോ ഒന്ന് വിനയപ്പെടാനോ അറിയില്ല. ഞാൻ എന്തോ വലിയ ആളാണ്. അപ്പം നേരെ തൂക്കി പുറക്കി 2 അടി, നൂന്ന് നിൽക്കാൻ പറ്റാതെ എഴഞ്ഞു തുടങ്ങുന്ന സമയത്ത് താഴും. സഹനത്തിലേക്ക് ഒരു സഹിഷ്ണുതയിലേക്ക് അത് വെളിച്ചമാണ്. സഹിഷ്ണുത, താഴ്മ ഒരു വെളിച്ചമാണ്, വിനയം ഒരു വെളിച്ചമാണ്, സൗമ്യത ഒരു വെളിച്ചമാണ്, ദീർഘക്ഷമ ഒരു വെളിച്ചമാണ്. വെളിച്ചമില്ലാതെ ചാടുകയാണ്. മനസ്സിലാകുമോ? വെളിച്ചമില്ല. ആ ചാട്ടക്കാരനെ നിർത്തണ്ടേ, ഒന്ന് പിടിച്ച് കെട്ടണ്ടേ. ചാടിയാൾക്ക് നന്നാവില്ലല്ലോ, സ്വർഗത്തിൽ പോണ്ടേ. കർത്താവിൻ്റെ മക്കളെ ചാട്ടം ഒന്ന് അവസാനിപ്പിച്ച് ഒന്ന് ഇരുത്തം വരാൻ കഷ്ടത സഹിഷ്ണുതയിൽ കൊണ്ടെത്തിക്കും. മനസ്സിലായി? അപ്പോൾ ഒരു വെളിച്ചാവും, കുറച്ച് വെളിച്ചാവും, കംപ്ലീറ്റ് ആയില്ല എങ്കിലും ഒന്ന് സഹിച്ചും പുറത്തും താഴ്ന്നു. ഭർത്താവാണ് ശരിയല്ലാത്ത, അയാൾ അങ്ങനെ പറയണത് കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു വന്നത്. അനേകം ആൾക്കാർ പറയുന്ന കാര്യമാണ്. നമ്മൾ ഈ ഇങ്ങനെ പേഴ്സണലി സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സംസാരം ഒന്ന് ശരിയാക്കണം, വീട്ടിൽ സൗമ്യമാവണം, ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു ദേഷ്യമില്ല അച്ഛാ, എനിക്കൊരു ദേഷ്യമില്ല. പക്ഷേ ചേട്ടൻ ഇങ്ങനെ പലപ്പോഴും ബഹളം വയ്ക്കുന്നു, അനാവശ്യമായി സംസാരിക്കുന്നു, തെറ്റായ കാര്യങ്ങളാണ്, അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നു, തെറ്റാണോ? ദേഷ്യം വന്നു പോകുന്നു, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ബഹളമാവുന്നു, വഴക്കാവുന്നു. ചിലർ നമ്മളിങ്ങനെ വചനമൊക്കെ കേട്ട് വീട്ടിൽ വഴക്കായ പ്രശ്നമാണ്, വഴക്കായാൽ പോരാട്ടമാണ്, അത് ബുദ്ധിമുട്ടാണ്, ദൈവാനുഗ്രഹം വരില്ല എന്നറിയാമെന്നുള്ളതുകൊണ്ട് ചിലർ പറയുന്നത്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് പറയാണ്, എടീ നമ്മൾ വഴക്കുണ്ടാക്കിയാൽ ആകെ പ്രശ്നമാണ്, വഴക്കുണ്ടാക്കിയാൽ വീടിനകത്ത് പോരാട്ടമാവും, അതുകൊണ്ട് ഇനി മേലാൽ വഴക്കുണ്ടാക്കരുത്, നീയും ബഹളം വയ്ക്കരുത്, ഞാനും ബഹളം വയ്ക്കില്ല, നമുക്കൊരു ശാന്ത അന്തരീക്ഷത്തിലൂടെ വീട് പോവാം. നല്ല ആശയമാണ്, തെറ്റൊന്നുമില്ല. അപ്പോൾ അവളെ സമ്മതിക്കുന്നു. സത്യത്തിൽ അവളാണ് ആ വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന ആളെന്ന് വെച്ചോ, കൂടുതൽ ബഹളം ഉണ്ടാക്കുന്ന ഭാര്യയാണ്. അപ്പോൾ ഭാര്യ ബഹളം വയ്ക്കുമ്പോഴാണ് ഭർത്താവ് അങ്ങനെ ആവുന്നത്, അല്ലെങ്കിൽ ഭാര്യയുടെ പ്രവൃത്തികളാണ് ഭർത്താവിന് ദേഷ്യം ഉണ്ടാക്കുന്നത്, അങ്ങനെയാണ് വഴക്കാവുന്നത്. അപ്പോൾ ഇയാളൊരു കോംപ്രമൈസ് സെറ്റിൽമെൻറ്റിൽ ഇത് നമുക്കിനി ദൈവഭാഗത്തിരിക്കാം, നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം, നീ വഴക്കുണ്ടാക്കല്, ഞാനും വഴക്കുണ്ടാക്കുന്നില്ല. അങ്ങനെ ഒരു ദിവസം 2 ദിവസം കടന്നു പോകുന്നു. 3-ാം ദിവസം വീണ്ടും ഭാര്യ വഴക്കുണ്ടാക്കുന്നു. അയാൾ പറഞ്ഞല്ലേ, ശാന്തമായിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞല്ലേ വഴക്കുണ്ടാക്കരുത്, നീ വഴക്കായി എനിക്ക് അവസാനം വഴക്കാം, പിന്നെ നമ്മൾ വഴക്കായി പോവും, അതുകൊണ്ട് ശാന്തമായിട്ടിരി, നീ പ്രാർത്ഥിക്കുക, ശാന്തമായിട്ടിരിക്കുക, ബഹളം ഉണ്ടാക്കല്ലേ, വഴക്കുണ്ടാക്കല്ലേ. അയാൾ നല്ല ഉപദേശം കൊടുക്കാൻ. അപ്പോൾ അവൾ ശാന്തമായിട്ടിരിക്കുന്നു. അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും അവർക്ക് ബഹളം വരുന്നു, അപ്പോൾ വീണ്ടും അവൻ ശാന്തമാകുന്നു, ശാന്തമായിട്ടിരിക്കുന്നു. 3 ദിവസമായി, 4 ദിവസമായി, പിന്നെ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞല്ലേ പലവട്ടം, കുറേ നാൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഇയാൾ അവസരം പൊട്ടിത്തെറിയും ഒരു ദിവസം. എന്താ ഇയാൾ ശ്രമിച്ചത്? ഈ വ്യക്തി എന്തിനാണ് ശ്രമിച്ചത്? ഇയാൾക്ക് നന്നായിട്ട് ഇയാൾക്ക് ദേഷ്യം ഉണ്ടെന്നുള്ള കാര്യം, ഇയാൾ ദേഷ്യം പുറത്തു വരുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ ദേഷ്യം വരാതിരിക്കാൻ ഒരൊറ്റ കാര്യമുള്ളൂ, എന്താണ്? ഭാര്യ നീ ഒന്ന് ശാന്തമായാൽ ഞാനും ദേഷ്യപ്പെടില്ല, നീ ശാന്തമായാൽ ഞാൻ ദേഷ്യപ്പെടത്തില്ല. തിരിച്ചും ഭർത്താവ് നിങ്ങളൊന്ന് ശാന്തമായാൽ ഞാൻ ദേഷ്യപ്പെടത്തില്ല, പ്രശ്നമൊന്നുമില്ല. ഇതല്ല വ്യവസ്ഥ, ഇതല്ല വ്യവസ്ഥ. ഭർത്താവിനെ ശാന്തമാക്കുമ്പോൾ ഞാൻ ശാന്തമാകാം, ആ പരിപാടിയല്ലിത്, അതല്ല സഹനം. സഹനം ഒന്ന് ഭർത്താവ് ചാടി തിമിർത്ത് നിൽക്കുമ്പോഴും താഴ്ന്ന് സൗമ്യതയോടെ സ്തോത്രം പറഞ്ഞ് വിനയപ്പെട്ട് മിണ്ടാതെ പോകുന്നതാണ്. അതാണ് സഹിഷ്ണുത. ഭാര്യ ചാടി തിമിർക്കുമ്പോൾ അവളെ പറഞ്ഞ് ശാന്തമാക്കുന്നതിലല്ല, അതവിടെ ഇരിക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കണം. അതങ്ങനെ കർത്താവ് ഇരുത്തിയിരിക്കുന്നതാണ്. മനസ്സിലാകുന്നോ? അവൻ്റെ ചാട്ട ഇത്തിരി കൂടുതലായിട്ട് ഒരു പ്രശ്നത്തെ അവിടെ വച്ചേക്കുന്നതാണ്. അവളെ മാറ്റാൻ കർത്താവിന് ഈസി ആയിരിക്കും, എന്നാൽ അവനാണ് കുഴപ്പം കൂടുതൽ. അപ്പോൾ ചേട്ടനെ മാറ്റേണ്ടേ നേരെ ചെവേ. അപ്പോൾ അവൾ അങ്ങനെ ഇരിക്കും. എത്ര തലകുത്തി മറിഞ്ഞ് ഉപദേശിച്ചാലും ശാന്തമാക്കാൻ ശ്രമിച്ചാലും ശാന്തമാകാതെ വേണം ഈ സ്ത്രീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇവൻ അവസാനം താഴണം. ഇത്രയും നാൾ വലിയ ജാടെ ജീവിച്ച് എന്തോ ആണെന്ന് പറഞ്ഞ് ജീവിച്ചതാണ്. ഈ ആണ് എന്നുള്ള സാധനം താഴ്ന്ന് നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കർത്താവേ നീ മാത്രം ശരണം, നീ മാത്രം ശരണം, നിന്നിൽ ആശ്രയിക്കുന്നു കർത്താവേ. അവൾ പുലമ്പുമ്പോഴും ബഹളം ഉണ്ടാക്കുമ്പോൾ വഴമ്പോഴും, ചേട്ടൻ ചാടുമ്പോഴും ബഹളം ഉണ്ടാക്കുമ്പോഴും വഴക്കുണ്ടാക്കുമ്പോഴും സ്തോത്രം നിന്നിൽ ആശ്രയിക്കുന്നു, നീ മതി കർത്താവ്. അങ്ങനെ പറഞ്ഞ് ഈ സ്ത്രീ ഒരു സഹനത്തിൻ്റെ പാതയിലെത്തും. ഇനി ആരെന്ത് കുത്തിയാലും എനിക്ക് വേദനയില്ല, എനിക്ക് വിരോധമില്ല, എനിക്ക് പകയില്ല, പിണക്കമില്ല, ദേഷ്യമില്ല, ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റിലെത്തുമ്പോൾ സഹനം. അല്ല പ്രശ്നം മാറ്റി ശരിയാക്കണ പരിപാടിയല്ല ഇത്.
ആ പ്രശ്നത്തിൻ്റെ നടുവിൽ അവരെടുക്കുന്ന ആ ക്യാരക്ടർ മോൾഡിംഗ് ആണ്. ഇതാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നു? ഇതാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകളിലൊക്കെ. ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ കിടന്നിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ട് ശരിയാവുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ട് ആ പ്രശ്നം അങ്ങോട്ട് മാറുന്നില്ല. കുഞ്ഞുങ്ങളുടെ പ്രശ്നം മാറുന്നില്ല, മക്കളെക്കുറിച്ച് ഒരുപാട് ഭാരപ്പെടുന്നു, പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, മക്കളുടെ ക്യാരക്ടർ നന്നാവാൻ വേണ്ടി, സാമ്പത്തിക പ്രശ്നത്തിന് വേണ്ടി മാറുന്നില്ല, ശരിയാവുന്നില്ല, വിടുതൽ. നീ ശരിയല്ല. അതാ കാരണം. പ്രാർത്ഥന കേൾക്കാതെ വണ്ണം കർത്താവ് പൊട്ടണമെന്നല്ല. ഒറ്റ പ്രാവശ്യം നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ വികാരം കർത്താവിന് എല്ലാം അറിയാം. അവൻ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹമൊക്കെ നിനക്ക് ചെയ്തു തരുന്നു. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഒന്ന് വെളിച്ചമായിട്ടിരിയടാ, ഒന്ന് വെളിച്ചമായിട്ടിരി സഹോദരി, ഒന്ന് വെളിച്ചമായിട്ട് ഉയർന്നിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയുന്നു, വിശ്വസിക്കുന്നവരോട് പറയുന്നു, വചനം വായിക്കുന്നവരോട് പറയുന്നു, പകുതി വിശ്വാസിയും പകുതി വെളിച്ചവും പകുതി ഇരുട്ടുമായിട്ട് ജീവിക്കല്ലേ. കർത്താവിന് അങ്ങനെ ഒരു കോംപ്രമൈസേ ഇല്ല. പ്രാർത്ഥിക്കും, ബൈബിളൊക്കെ വായിക്കും, പള്ളിയിലൊക്കെ പോകും, വിശുദ്ധ ജീവിതം കൊണ്ട് അവിടെ ചില സന്ദർഭങ്ങളിലൊക്കെ ചില വീഴ്ചകളൊക്കെ പറ്റും. അതിനർത്ഥം അയാൾ വെളിച്ചമെന്നല്ല, അയാൾ ഇരുട്ടാണ്. വെളിച്ചമല്ല. വെളിച്ചമല്ലാത്ത ഒരു മനുഷ്യനും വീടിനെ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ വീട്ടിലേക്ക് എടുത്തു വരിക. ഒരാളോട് ഞാൻ പറയും, വീട്ടിലെ ഒരാൾ പെർഫെക്റ്റ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. കർത്താവ് അങ്ങനെയാണ് സഹിഷ്ണുത കൊടുക്കുന്നു. അത് സിദ്ധത, അങ്ങനെ ക്യാരക്ടർ, ഒരു നല്ല ക്യാരക്ടർ ഉണ്ടാകുന്നു. ഇടിച്ച് പഴിപ്പിച്ച് കരഞ്ഞ് നിലവിളിച്ച് ദൈവസന്നിധിയിൽ വന്ന് വചനമൊക്കെ വായിച്ച് പഠിച്ച് അങ്ങനെ ആവണം, ഇങ്ങനെ ആകണം, ഇംഗ്ലീഷ് ശരിയാവത്തില്ല, അങ്ങനെ പോയി ശരി, കർത്താവ് അനുഗ്രഹിക്കത്തില്ല, പേടിച്ച് ശരിയായി ഒരു നല്ല പൈതലായി പത്തരമായിട്ട് തങ്കമായിട്ട് അയാൾ മാറി വരും. അത് വെളിച്ചം. ആ വ്യക്തി എഴുന്നേറ്റ് നിന്ന് സാത്താനെ ശാസിച്ചാൽ ആ വീട്ടിൽ നിന്ന് പോവും. ആ വ്യക്തി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാവും. ആ വ്യക്തി ഉപദേശിച്ചാൽ ആ വ്യക്തിയുടെ ഉപദേശത്തിനകത്തൊരു അനോയിന്റിംഗ് ഉണ്ടാവും. ആ വീട്ടിനകത്തൊരു പ്രകാശമായി മാറും. ഒരാൾ ക്യാരക്ടർ ശ്രദ്ധിക്കൂ, അത് വെളിച്ചമാണ്. മനസ്സിലാകുന്നു? ക്യാരക്ടർ തെറ്റിയ നിങ്ങൾ സ്വയം മനസ്സിലാക്കണം, ഞാൻ സത്യത്തിൽ ഈ വീട്ടിൽ വെളിച്ചമല്ല. മനസ്സിലാകുന്നോ? ക്യാരക്ടർ തെറ്റിയവർ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, രഹസ്യപാപമാവാം, പരസ്യമായ പാപമാവാം. സ്പിരിച്വൽ വേൾഡിൽ രഹസ്യപാപമോ പരസ്യപാപമോ ഒരുപോലെ ആക്ട് ചെയ്യും. വീട്ടിലുള്ളവർ കാണുന്നില്ലായിരിക്കാം, പക്ഷേ ഈ സ്പിരിച്വൽ വേൾഡിലെ അന്ധകാര ശക്തിയിൽ വീട് അറ്റാക്ക് ചെയ്യും. നിങ്ങൾ കാണാതെ അറ്റാക്ക് ചെയ്യും. മക്കളെ അറ്റാക്ക് ചെയ്യാം, ഭാര്യ അറ്റാക്ക് ചെയ്യാം, ഭർത്താവിനെ അറ്റാക്ക് ചെയ്യാം, പ്രശ്നം ഉണ്ടാക്കും. എത്ര രഹസ്യമായി ചെയ്താലും ഉണ്ടാവും. അതിന് തകർച്ച അനുഭവിച്ചുകൊണ്ടേയിരിക്കും. വെളിച്ചം എന്ന് പറഞ്ഞാൽ പൂർണ്ണതയാണ്. ക്യാരക്ടർ സൂക്ഷിക്കുക. അതുപോലെ മറ്റൊന്ന് യാക്കോബ് ലേഖനം 1-ാം അധ്യായം 2-3. യാക്കോബ് ലേഖനം 1-ാം അധ്യായം 2-3. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നുണ്ണുവിൻ. രണ്ടാമത് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം ഒരു വെളിച്ചമാണ്. വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ദൈവത്തിൻ്റെ പ്രകാശം ആ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. വെറുതെ പറയാനൊക്കെ പറ്റും. പക്ഷേ വിശ്വാസത്തിൻ്റെ പരിശോധന നടത്തി ആ വിശ്വാസത്തിൽ തികഞ്ഞു വരാൻ വേണ്ടി കർത്താവ് അദ്ദേഹത്തെ പ്രകാശമാക്കി മാറ്റുകയാണ്. എങ്ങനെ? എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ, കണ്ടോ, ടെസ്റ്റ് കൊടുത്തിട്ടാണ്, ശോധന കൊടുത്തിട്ടാണ്, വേദനകൾ വന്നിട്ടാണ്. അപ്പോൾ ഒരു വീട്ടിനകത്ത് കഷ്ടത വരുന്നു, പ്രതിസന്ധികൾ വരുന്നു, കടഭാരങ്ങൾ വരുന്നു, സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നു, കുടുംബ പ്രശ്നങ്ങൾ വരുന്നു, സന്തോഷമില്ലായ്മ, ഞെരുക്കം, ഭാരം, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ പലതും വന്ന് നമ്മളെ ഞെരുക്കുന്നു. നമുക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല, വല്ലാതെ ഞെരുങ്ങുന്നു. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയാണ്, നിങ്ങളുടെ ദൈവത്തിന് വലിയ സ്നേഹമാണ്. നിങ്ങളെ കർത്താവിന് പെർഫെക്റ്റ് ആക്കിയേ പറ്റൂ, കർത്താവിൻ്റെ സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചേ പറ്റൂ. അതിന് നിങ്ങൾ എന്ത് വേണം? വിശ്വാസം വേണം. വിശ്വാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെപ്പറ്റി ആഗ്രഹിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു തലമുണ്ട്. എല്ലാവർക്കും പോലെ അല്ല വിശ്വാസത്തിൻ്റെ തളം അളന്നു കൊടുത്തിരിക്കുന്നത് വ്യത്യാസമാണ്. ശുശ്രൂഷകർക്കുള്ള വിശ്വാസം വ്യത്യാസമാണ്. ശുശ്രൂഷകരിൽ പോലും വിശ്വാസത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. ഒരു സാധാരണ മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിശ്വാസത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. പക്ഷെ നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നിങ്ങളെത്തുന്നതുവരെ ഈ ടെസ്റ്റ് കടന്നു പോകും. ആ വിശ്വാസത്തിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ പ്രകാശമാണ്. ആ പ്രകാശമായി മാറുന്നത് വരെ ഇത് കാണും. വിശ്വാസത്തിൻ്റെ പ്രകാശം. വിശ്വാസം ഒരു വെളിച്ചമാണ്. ആ വെളിച്ചത്തിൽ എത്തിക്കാൻ പരീക്ഷ ഉണ്ടാവും. പ്രിയരെ, വിശ്വാസം വർദ്ധിപ്പിച്ച് തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇനി വിശ്വാസം എങ്ങനെ വർദ്ധിക്കുന്നു? വേദപുസ്തകം പറയുന്നു, വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാത്ത ഒരാൾ, വചനം വായിക്കാത്ത ഒരാൾ, വചനം ധ്യാനിക്കാത്ത ഒരാൾക്ക് ഒരു കാരണവശാലും വിശ്വാസം വരാൻ പോകുന്നില്ല.
അപ്പം അയാൾ വെളിച്ചമാവോ? വെളിച്ചമാവില്ല. ആ വീട്ടിനകത്ത് ഒരു പ്രകാശവും ഉണ്ടാകാൻ പോകുന്നില്ല. വചനം കേൾക്കാത്ത ഒരാൾ ശ്രദ്ധിച്ച് കേട്ടോണം. എത്രമാത്രം നിങ്ങൾ വചനം കേൾക്കുമോ, വിശ്വാസത്തിൻ്റെ വചനങ്ങൾ കേൾക്കുമോ? ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാടും പടപ്പൊന്നും കേട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. യഥാർത്ഥ വചനം, സ്പിരിച്വൽ ആയിട്ടുള്ള മെസ്സേജുകൾ, ആത്മാവിൽ ജ്വലിപ്പിക്കുന്ന മെസ്സേജുകൾ, വിശ്വാസത്തിൻ്റെ വചനങ്ങൾ, വിശ്വാസത്തിൻ്റെ മെസ്സേജുകൾ, അത് കേട്ട് 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 നിങ്ങളുടെ കാതുകൾക്കകത്ത്, നിങ്ങളുടെ ആത്മാവിനകത്ത് നിറഞ്ഞ് 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 നിങ്ങൾ വിശ്വാസ വീരനായി മാറണം. കർത്താവ് ആഗ്രഹിക്കുന്ന വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക് കടന്നു ചെല്ലണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അതിനുവേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കണം. അല്ല എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, കർത്താവ് എന്തോന്ന് ചോദിച്ചാൽ അതൊന്നും വിശ്വാസമല്ല, അത് വിശ്വാസമല്ല, അത് കപടഭക്തിയാണ്. അങ്ങനെ പറയുന്നത് വിശ്വാസം പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ അയക്കുന്നതാണ്. അത് നിങ്ങളുടെ ദൈവസന്നിധി നിങ്ങളെ വിട്ടുകൊടുക്കുമ്പോൾ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ അയക്കുന്നതാണ് വിശ്വാസം. അല്ലാതെ ചുമ്മാ ഇരുന്ന് കർത്താവിനെ സഹായിക്കും ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അത് സാധാരണ മനുഷ്യന് കിട്ടും പോലെ കിട്ടും. എല്ലാ മനുഷ്യനും കിട്ടുന്നില്ലേ? ക്രിസ്ത്യാനികൾ മാത്രമേ ജീവിക്കുന്നുള്ളൂ. അതുപോലെ കിട്ടത്തേ ഉള്ളൂ. കർത്താവ് പറയുന്ന വിശ്വാസത്തിൻ്റെ ഒരു അളവിലേക്ക്, ഓരോരുത്തർക്കുള്ള അളവ് കേട്ടോ, എനിക്കുള്ള അല്ല നിങ്ങൾക്കുള്ളത്, വ്യത്യസ്തമായ അളവിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഗ്രഹിക്കുന്നു. ആ അളവിലെത്തുമ്പോൾ നിങ്ങൾ വെളിച്ചാവും. ആ വിശ്വാസത്തിന് വെളിച്ചം നിങ്ങൾ വരും. അത് എത്തുന്നത് വരെ ഇങ്ങനെ പോകും. അപ്പോൾ നമ്മളിങ്ങനെ ആ ഞെരുക്കത്തിലൂടെ കടന്നു പോകും. വിവിധ പരീക്ഷകളിലൂടെ കടന്നു പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ പരീക്ഷ മാറാൻ, ഈ ടെസ്റ്റ് മാറാൻ, ഈ വേദന മാറാൻ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസം കയറ്റം. അപ്പോൾ നിങ്ങൾ വെളിച്ചമാവും. അപ്പോൾ വിശ്വാസം കയറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കൂ. എന്ത് ചെയ്യും? വചനം കേൾക്കൂ, വചനം വായിക്കൂ, വചനം പഠിക്കൂ, വചനം മനസ്സിലാക്കൂ. അങ്ങനെ വിശ്വാസം അങ്ങ് എനർജിയായിട്ട് വരട്ടെ, ശക്തിയായിട്ട് വരട്ടെ. എന്നിട്ട് പ്രാർത്ഥിക്കൂ, കർത്താവ് എനിക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നിരന്തരമായി പ്രാർത്ഥിക്കൂ. ഈ പ്രാർത്ഥന വിശ്വാസം ചുമ്മാ കണ്ണും പൂട്ടി വിശ്വസിക്കില്ല. വളരെ അബദ്ധം പറയുന്നതാണ്. എനിക്കറിയാം വിശ്വാസമുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. അത് കേൾക്കുമ്പോഴേ അറിയാം പോഷത്തമാണ്. വിശ്വാസമുണ്ട്. അങ്ങനല്ല വിശ്വാസത്തിൻ്റെ അളവിരിക്കുന്നത്. അങ്ങനെ വിശ്വാസമുള്ള ഒരാളങ്ങനെ പറയാൻ ചാൻസും കുറവാണ്. യഥാർത്ഥ വിശ്വാസം അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല. കാരണം അയാൾക്കറിയാം അതിൻ്റെ പേടി, അതിൻ്റെ ഒരു അളവ്, അല്ല അതിൻ്റെ വാല്യൂ എത്രയാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് പറയില്ല. കാരണം നമ്മൾ ആ ഒരു വിശ്വാസത്തിന് ഉയർന്ന തലത്തിലെത്തില്ല. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഒരു വിശ്വാസത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അല്പമെങ്കിലും റീച്ച് ചെയ്തൊരു മനുഷ്യൻ പറയില്ല എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പുറത്ത് പറയില്ല. അങ്ങനെ പറയില്ല. അയാൾ പേടിച്ചിട്ട് നിൽക്കും. എനിക്കെന്നും പേടിയാണ്, തുറന്നു പറയാൻ എന്നും പേടിയാണ്. വിശ്വാസം ഉണ്ടെന്ന് പറയാനും പേടിയാണ്. കാരണം അതിൻ്റെ തലങ്ങൾ അത്ര ഉയരെയാണ്, ചില സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ എവിടെയോ കയറിയതുപോലെ തോന്നും. എൻ്റെ ലൈഫിൽ ഞാൻ വേണം എവിടെയോ കയറിയതുപോലെ തോന്നും വിശ്വാസത്തിൻ്റെ. പിന്നെ വീട് തറ കിടക്കുന്ന പോലെയും തോന്നും. വലിയ പ്രയാസമാണ് വിശ്വാസം പിടിച്ചു നിർത്താൻ. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ ഉന്നതമായ തലങ്ങൾ നമ്മളെത്തുന്നു, ചില സന്ദർഭങ്ങൾ താഴോട്ട് പോകുന്നു. കാരണം നമ്മൾ അതിനെ സസ്റ്റെയിൻ ചെയ്ത് നിർത്താനുള്ള ശ്രമം നമ്മൾ നടത്തുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുന്നു, അതിനെ പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തുന്നില്ല. അതുകൊണ്ടാണ് ഒരു സന്ദർഭത്തിൽ എൻ്റെ ലൈഫിനകത്ത് ഒരുപാട് ഇല്ലായ്മകൾ ഉണ്ടായിരുന്നൊരു കാലത്ത്, ഇല്ലായ്മകളുടെ കാലം, മിഷൻ ഫീൽഡിൽ ഇരുന്ന സമയത്താവട്ടെ, അത് കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയ സമയത്താവട്ടെ, ഇല്ലായ്മകൾ കൊണ്ട് നിറഞ്ഞു നിന്നൊരു കാലത്ത് എനിക്കുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ അളവ് പിന്നീട് കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ട സമയത്ത് നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ആ ലെവലിൽ നിന്ന് താഴ്ന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആ സമയത്ത് എനിക്ക് കണ്ണും പൂട്ടി ഞാൻ വിശ്വസിക്കുമായിരുന്നു പല കാര്യം. പിന്നീട് നമ്മളതൊന്ന് ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഒരു തലം കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവിനെ ബോധ്യപ്പെടുത്തി, ഞാൻ താഴ്ന്നു പോയി എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് എനിക്കിതിൻ്റെ ഏറ്റക്കുറച്ചിൽ മനസ്സിലായത്. അന്ന് ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് ദൈവം കൊണ്ട് തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇല്ലാത്തത് ഇവിടെ വരുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. മിഷൻ ഫീൽഡിലൊക്കെ നിൽക്കുമ്പോൾ കണ്ണും പൂട്ടി വിശ്വസിക്കുകയാണ്. കാക്ക ഏലിയാവിന് അപ്പം ഇറച്ചി കൊണ്ടുപോയി കൊടുത്തു, അതുപോലെ വരും. ഇങ്ങനെ വിശ്വസിച്ചാണ് നിന്നത്. അതുപോലെ വരും. കണ്ണും പൂട്ടി. സമൂഹം മുഴുവനും ഇല്ല എന്ന് പറഞ്ഞു, ലോകം മുഴുവനും അപകടമാണെന്ന് പറഞ്ഞപ്പോഴും, എല്ലാം തകരുമെന്ന് പറഞ്ഞപ്പോഴും, നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴും, തീർന്നു പോകും, നശിച്ചു പോകും, നിന്റെ ലൈഫ് തീരും, നിനക്ക് ആരും അംഗീകാരം കിട്ടില്ല, എല്ലാം തീരുമെന്ന് പറയുമ്പോൾ തീർന്നാലും അതിനകത്ത് വരും. അതുണ്ടായിരുന്നു ഒരു സമയത്ത്, ഇല്ലായ്മയുടെ കാലത്ത്, സാമ്പത്തികമായി ഞെരുങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ക്രമങ്ങൾ മാറിയപ്പോൾ, ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസപ്പെട്ടപ്പോൾ അത്ര റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാര്യങ്ങളൊക്കെ ക്രമപ്പെട്ടു, സുഖമായി, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ വിശ്വസിച്ച് വാങ്ങേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. എന്തെല്ലാം സാധനങ്ങളെന്നറിയാം ഞാൻ വിശ്വസിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്തെല്ലാം സാധനം ഞങ്ങളുടെ ലൈഫിനകത്ത്, എന്തെല്ലാം.
നുള്ളി പറഞ്ഞാൽ അത്ഭുതങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങൾ വരെ അത്ഭുതങ്ങളാണ്. ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് എൻ്റെ ഡയറിക്ക്. ഈ അടുത്തിടയ്ക്ക് ഞാനിങ്ങനെ മറിച്ച് നോക്കുകയാണ്. മറിച്ച് നോക്കുമ്പോഴാണ് കർത്താവ്, ഞാൻ എവിടെ ആയിരുന്നു അന്ന്. അവിടെ നിന്ന് എവിടെയെല്ലാം താഴേക്ക് പോയി. കാരണം ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ ഇനി അതിൻ്റെ ആവശ്യമുള്ള എല്ലാം ആയല്ലോ. പക്ഷെ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എന്നെ കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം, ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ നീ താഴാൻ പാടില്ലായിരുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ കർത്താവ് തന്നിട്ടുണ്ടാവും, അനുഗ്രഹിച്ചിട്ടുണ്ടാവും. ആ തലവും എനിക്ക് തിയറിറ്റിക്കൽ എനിക്കറിയാം. അതല്ല വിശ്വാസം. അതാണ് ഞാൻ എത്ര വ്യക്തമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. തിയറിറ്റിക്കലായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന സാധനമല്ല വിശ്വാസം. അത് അകത്തുനിന്ന് ജനറേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി മരിക്കുമെന്ന് പറഞ്ഞാലും അവിടെ നിൽക്കും. നമ്മൾ വരുമെന്ന് ഉറപ്പാണ്. ഒരു വലിയ വിശ്വാസമുണ്ട് പ്രിയരെ. ഈ വിശ്വാസത്തെ നിങ്ങൾ വർദ്ധിപ്പിച്ചേ പറ്റൂ. വേറെ ഒരു വകുപ്പ് ചുമ്മാ വരില്ല. നിങ്ങൾ വിചാരിക്കില്ല ഈസി ആയിട്ട് വന്നോളെന്ന് ആരും വിചാരിക്കരുത്, ഒരിക്കലുമില്ല. അത് വർദ്ധിപ്പിച്ച് തരുന്നതിൻ്റെ ഒരു റീസൺ, ഒരു വേ എന്ന് പറയുന്നത് വിവിധ പരീക്ഷകളാൽ നിങ്ങൾ ഞെരുങ്ങുന്ന സമയത്ത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന. മനസ്സിലായോ? ഞാനും അങ്ങനെ തന്നെയാണ് കണ്ടത്. വിശ്വാസത്തിൻ്റെ ഒരു ഉയർന്ന തലത്തിലേക്ക് നോക്കാൻ എന്നെ പഠിപ്പിച്ചതും ടെസ്റ്റുകളായിരുന്നു, ഞെരുക്കങ്ങളായിരുന്നു, കഷ്ടതകളായിരുന്നു, ഇല്ലായ്മകളായിരുന്നു, ഒറ്റപ്പെടലുകളായിരുന്നു, തള്ളപ്പെടലുകളായിരുന്നു. അതിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചത്. അല്ല വേറെ ഒന്നുമല്ല. പാരമ്പര്യ പഠനമൊന്നും അല്ല കേട്ടോ. പാരമ്പര്യ പഠനത്തിലൊന്നും കിട്ടിയിട്ടേ ഇല്ല. സാധനം സഭയിലൊന്നും കിട്ടിയിട്ടേ ഇല്ല. ഇന്നുണ്ടത് അവകാശപ്പെടാനും എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. പക്ഷേ വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കണം പ്രിയരെ. നിങ്ങളുടെ വീടിനകത്ത് ഒരു സംഭവം നടക്കണമെങ്കിൽ, ദൈവ മക്കളോട് ഞാൻ സംസാരിക്കുന്നു, സാധാരണ ജനത്തോടല്ല. ഒരു ദൈവ പൈതലാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അസാധ്യമായത് സാധ്യമാകും, ഇല്ലാത്തത് ഉണ്ടായി വരും. അതാണ് വിശ്വാസം. എൻ്റെ വീട്ടിനകത്ത് ഇത് സംഭവിക്കും, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കും, എൻ്റെ വീടിനകത്ത് ഇല്ലാത്തത് വരും, ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ് നടക്കും. ഇങ്ങനെ ഒരു വിശ്വാസത്തിൽ എത്തിച്ചേരണം. എത്തിയെന്ന് ഇവിടെ നിന്ന് വാക്കിട്ട് പറയരുത്, ചിന്തിക്കല്ലേ അങ്ങനെ വിശ്വസിക്കും. അങ്ങനെ ആവില്ല. അത് നിങ്ങൾ അതിനു വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. കർത്താവ് എന്നെ വിശ്വാസത്തിലാക്കണേ. അത് അകത്ത് വരും. അത് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അത് അകത്ത് വരും. ആ സംഭവം അകത്ത് വരും. നമുക്ക് ഭയങ്കര ബലമാണത്. നാക്കിട്ട് പറയുന്നല്ല, അകത്ത് വരും. അകത്ത് വന്ന് നമുക്ക് ഭയങ്കര സന്തോഷം വരും. നടക്കും. അകത്ത് വരും. അത് അത് വരുമ്പോൾ ഇപ്പം നിങ്ങളൊരു വിഷയത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു പ്രശ്നത്തിന് സോൾവ് ആവാൻ, ഒരു രോഗം മാറാൻ, അല്ലെങ്കിൽ ഇന്ന ഭാഗം ശരിയാവണം, ഇന്ന സാധനം കിട്ടണം, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വിശ്വാസം വർദ്ധിച്ച് വരുന്ന സമയത്ത് നിങ്ങൾ തുള്ളിച്ചാടി സ്തോത്രം ചെയ്ത് ദൈവത്തിന് തന്നതിനായി നന്ദി എന്ന് പറയും. അത് വരും. വന്നിരിക്കും, ഉറപ്പാണ്. വന്നേ പറ്റൂ, നടന്നേ പറ്റൂ. അതാണ് തലം. ഇത് കയറി വരുന്നതാണ്. വാക്കിട്ടടിക്കുന്നതല്ല പ്രിയരെ, അല്ല. പ്രാർത്ഥിക്കുക, കർത്താവെ വിശ്വാസം വർദ്ധിപ്പിക്കണേ കർത്താവെ. എന്നിട്ട് വചനങ്ങളൊക്കെ കേട്ട് വായിക്കുക, വചന പ്രസംഗങ്ങൾ കേൾക്കുക. ക്രമേണ നിങ്ങൾ വിശ്വാസം വർദ്ധിക്കുക. നിങ്ങളുടെ ലൈഫിനകത്ത്, വീട്ടിനകത്ത്, ഏതൊരു പ്രതിസന്ധിക്കകത്തും ഈ വിശ്വാസമാണ് വെളിച്ചമായി അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലാവുന്നോ? ഈ വിശ്വാസമാണ് വെളിച്ചമായിട്ട് അപ്ലൈ ചെയ്യണത്. വീട്ടിനകത്ത് എടുത്ത് പൊക്കി ഇങ്ങനെ വയ്ക്കൂ വെളിച്ചം. അത് മുഴുവൻ പ്രകാശിക്കും. വ്യക്തികളിലല്ല, ഇല്ല, സമസ്ത മേഖലയിൽ ആ വെളിച്ചം പ്രകാശിക്കും. വീട് ചേഞ്ച് ആവും. വെളിച്ചം എല്ലായിടും എന്നാൽ സന്തോഷം എന്നർത്ഥം, സമാധാനം എന്നാണ് അർത്ഥം. പ്രശ്നങ്ങളില്ലാത്തൊരു വീട്. വിശ്വാസം വരുമ്പോഴേ അത് വരത്തുള്ളൂ. നിങ്ങളുടെ വാക്കുകൾ വെളിച്ചമായിരിക്കണം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രമേ വീട്ടിൽ പറയാവൂ. വാക്കുകൾ വെളിച്ചമാണ്. 1 കൊരിന്ത്യർ 15:34 ഒരു ചെറിയ വചനം. 1 കൊരിന്ത്യർ 15:34. ഈ വാക്കുകളുമായി ബന്ധപ്പെട്ട് ഒത്തിരി വചനങ്ങൾ വേദപുസ്തകത്തിലുണ്ട് കേട്ടോ. ചുമ്മാ എടുക്കാണ്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകും. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകും. തെറ്റായ സംഭാഷണങ്ങൾ വീട്ടിനകത്ത് നടത്തരുത്. അതിന് നെഗറ്റീവായ തെറ്റായ സംഭാഷണങ്ങൾ വീട്ടിൽ നടത്തുന്നയാൾ വീട്ടിനകത്ത് ഇരുട്ടിങ്ങനെ പടർത്തിക്കൊണ്ടേയിരിക്കുന്നു. തെറ്റായ വാക്കുകൾ, നെഗറ്റീവ്. ഒന്നും നടക്കത്തില്ല, നീ നന്നാവത്തില്ല, നീ ശരിയാവത്തില്ല, ഇവിടെ പൈസ ഒന്നും കിട്ടാൻ പോണില്ല, ഇവിടെ വിദ്യാഭ്യാസവും ശരിയാവണമെന്നില്ല, കൊരത്തം കെട്ടവനാണ്, പന്നയാണ് എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞാൽ ആ വീട് ഇരുട്ട് കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലോ, നെഗറ്റീവായ വാക്കുകൾ പറയുന്ന ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഇരുട്ട് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പർ സൈഡിൽ നിന്ന് ഒരാളെങ്കിൽ വെളിച്ചം കയറ്റിക്കൊണ്ടേയിരിക്കണം. മനസ്സിലാകുന്നോ?
ഭാര്യയിലും ഭർത്താവിലും ഒരാൾ ഇരുട്ടാണ് പറയുന്നത് വീട്ടിനകത്ത് എപ്പോഴും. വാക്കുകളെ പറ്റി ഞാൻ പറയും, ഇരുട്ട് നെഗറ്റീവ് വാക്കുകൾ പറയുന്നു. നന്നാവത്തില്ല, നീ ഒന്നാവത്തില്ല, അവൾ നന്നാവത്തില്ല, ഇവനും നന്നാവത്തില്ല, വീട് നന്നാവുള്ള, ഇങ്ങനെയൊക്കെ പോകുള്ളൂ, നമ്മൾ നശിച്ച്, നമ്മൾ അങ്ങനെ ചില ആൾക്കാർ പറയത്തില്ലേ നെഗറ്റീവ് വാക്കുകൾ. ഒരു വാക്കായാലും മതി, അത് ഇരുട്ടാ, അപ്പോൾ ഇരുട്ടെന്നെ കയറും. എവിടെ കൂടെയെങ്കിലും അങ്ങനെ പറയുന്ന ഒരാളെ അടിച്ച് നന്നാക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, സഹിക്കാനേ പറ്റും, പൊറുക്കാനേ പറ്റും, അയാൾക്കൊണ്ട് പ്രാർത്ഥിക്കാനേ പറ്റും. അയാൾ കമ്പിൾ ഇരുട്ടാണ്, പൈശാചിക ബന്ധനത്തിനകത്താണ്, ഇരുട്ടാണ്. ആ ഇരുട്ടി കിടക്കുന്ന ആളെ എന്ത് അടിച്ചൊതുക്കി നന്നാക്കാൻ പറ്റത്തില്ല. അയാൾക്കകത്തേക്ക് വെളിച്ചം അങ്ങ് ഇടിച്ച് കയറ്റി കൊടുക്കണം. അപ്പോൾ ആ ഇരുട്ട് വെളിച്ചാവും. അതിന് ആരടിക്കും? ടോർച്ച് അടിച്ചോണ്ട് ആരെങ്കിലും പോണ്ടേ? വീട്ടിലൊരു പ്രകാശം വേണ്ടേ? മനസ്സിലാവുന്നോ? അടിച്ചൊതുക്കി നന്നാക്കാൻ പറ്റത്തില്ല, ഉപദേശിച്ച് നന്നാക്കാൻ പറ്റത്തില്ല. ഇരുട്ടാണ്. വേറെ ഒരു വകുപ്പിലും ആ ഇരുട്ടിനെ മാറ്റാൻ പറ്റില്ല. വെളിച്ചം കൊണ്ട് മാത്രമേ ഇരുട്ടിനെ മാറ്റാൻ പറ്റൂ. ശരിയല്ലേ? ഇരുട്ടിനെ മാറ്റാൻ വെളിച്ചം വന്നേ പറ്റൂ. ആരാണ് ഈ വെളിച്ചം? അതാ ചോദിച്ചു. അപ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും വീട്ടിൽ വേണ്ടേ? അപ്പോൾ വീട്ടിൽ വെളിച്ചമുള്ള ഒരാൾ പറയണം, ഇല്ല, ദൈവം ശരിയാക്കും, ദൈവം തരും, ദൈവം നടത്തും. ഒരിക്കലും ഇത് തിരിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കാം. ആര്? ദൈവം ശരിയാക്കുമെന്നോണം പറയാൻ. അങ്ങനെയൊന്നുമല്ല ശരിയാവും, നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ വേണ്ട എന്ന്. അങ്ങനെയല്ല. കർത്താവിൻ്റെ വചനങ്ങൾ പറയണം, വചനത്തിൻ്റെ ഇരടികൾ പറയണം, എന്നൊരു ദൈവത്തിന് സ്തോത്രം. അതും വഴക്കുണ്ടാക്കി പറഞ്ഞളല്ലേ? അങ്ങനെയും കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ചില ആൾക്കാർക്ക്. ഞാൻ ഉദാഹരണം പറയില്ല. അങ്ങനെയും ചിലരുണ്ട്. വചനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ മറ്റേ ആളെ കുത്തി വേദനിപ്പിക്കുകയാണ്. ശരിക്കും വചനം ഉപയോഗിച്ച് കുത്തി വേദനിപ്പിക്കും. വഴക്ക് പറയാൻ ഉപയോഗിക്കുന്ന ടൂൾ അല്ല ഈ സാധനം വചനം. അങ്ങനെ പറയരുത്. നിങ്ങൾ സ്പിരിച്വൽ വേൾഡിനകത്തേക്കാണ് ഇത് ഇൻജക്ട് ചെയ്യുന്നത്. മനസ്സിലാക്കുക. ആ വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് ഇടിച്ചു കയറ്റാനല്ല. മനസ്സിലായോ? ഭർത്താവ് നെഗറ്റീവ് വാക്ക് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ 2 അയാൾ കൊടുക്കുക. അതിനൊരു വചനം എടുത്തിട്ട് 2 ഇടിച്ച് കയറ്റും. അപ്പോൾ അയാളെ ഹൃദയത്തെ കുത്തി മുറിച്ച് അതേ വേദനിപ്പിച്ച് അതല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് സ്പിരിച്വൽ വേൾഡിലാണ് ഇത് ആക്റ്റീവ് ആവുന്നത്. ഇത് കേൾക്കുന്ന സാത്താനാണ് ഇരുട്ട് അവിടെ വിതയ്ക്കുന്നത്. അവൻ്റെ നേരെ നമ്മൾ ആഞ്ഞടിക്കുക ദൈവത്തിൻ്റെ വചനം കൊണ്ട്. ഇല്ല, ഭർത്താവ് പറഞ്ഞത് നടക്കത്തില്ല എന്നാണ്. നടക്കത്തില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു സ്പിരിറ്റ് അവിടെ വ്യാപരിക്കും. ഒരു ഇരുട്ടിൻ്റെ സ്പിരിറ്റ് അവിടെ വ്യാപരിക്കും. അന്ധകാര ശക്തികൾ, ദുരാത്മാക്കൾ ഇതിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നു. കംപ്ലീറ്റ് സ്പിരിച്വൽ വേൾഡാണ്. നമ്മൾ ഓരോ വാക്കും ഇരുട്ട് വ്യാപരിക്കും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അങ്ങനെ ഇരുട്ട് അവിടെ വരും. ഇരുട്ട് വരുന്ന സമയത്ത് ഇതിനെ കയറി വരുന്ന സമയത്ത് ഭാര്യ ഇതും, ചില ഭാര്യമാർ അതും എടുക്കും. ശരിയായിരിക്കും, നമുക്കൊന്നും നടക്കാൻ പോലില്ല എന്ന് ഭാര്യ കൂടെ പറയുമ്പോൾ കുറേ കൂടെ ആയിരിക്കും. മനസ്സിലായോ? കംപ്ലീറ്റ് ആവും. പിന്നെ പിള്ളേർ കൂടെ ഏറ്റെടുക്കും. വീട് കംപ്ലീറ്റ് ഇരുട്ടാവും. ആ വീട് രക്ഷപ്പെടുത്താൻ പ്രയാസമാണ്. രക്ഷപ്പെടാൻ ചാൻസ് കുറവെന്ന് തന്നെ പറ. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ദൈവദൂതൻ ഇറങ്ങണം അതിന്. അപ്പോൾ ഒരാൾ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തി വീട്ടിലേക്ക് അയക്കുന്നു, ഇരുട്ടിനെ. അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഭാര്യ, ഉദാഹരണം പറഞ്ഞു, ഭാര്യ ഇപ്പുറത്തുനിന്ന് പറയുന്നു, ഇത് നിങ്ങൾ ആത്മീയ കണ്ണിൽ വേണം കാണാൻ. സ്പിരിച്വൽ വെളി ഇവിടെ കുറേ ഇരുട്ടിങ്ങനെ വ്യാപരിക്കുന്നു ഇദ്ദേഹം പറഞ്ഞത് കാരണം. അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഭാര്യ പറഞ്ഞു, ഇല്ല, കർത്താവ് യേശു ഞങ്ങളെ രക്ഷിക്കും. അത് പതുക്കെ പറഞ്ഞാലും മതി, അയാളെ കേൾക്കണമെന്നില്ല. മനസ്സിലായോ? ആ വ്യക്തി കേൾക്കണമെന്നില്ല, അയാളെ കേൾക്കാതെ പറയുന്നതാണ് ബെറ്റർ. കേൾപ്പിച്ച് പറഞ്ഞ് അയാൾക്ക് അകത്ത് ഇങ്ങനെ ചുരുത്ത് കയറും. അവസാനം അത് വഴക്കാവും. മനസ്സിലായി? അയാളിരിക്കുന്ന പിശാചാണ്. പിശാച് വെറുതെ വിടും നിങ്ങളെ, വെറുതെ വിടില്ല, അറ്റാക്ക് ചെയ്യും. മാറിയത് പറ, സാത്താനെ നീ അയാളിലൂടെ എന്ത് സംസാരിച്ചാലും ശരി, ഇവിടെ ദൈവം പ്രവർത്തിക്കും. ഇവിടെ കർത്താവ് യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. ഇവിടെ വെളിച്ചമായി തീരും. നീ പോയേ പറ്റൂ, നീ മാറിയേ പറ്റൂ, ജയിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ചില വചനങ്ങളൊക്കെ പറയുന്നു, കർത്താവ് അങ്ങനെ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ പറഞ്ഞു, വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ജയിക്കും, അങ്ങനെ തരും, അങ്ങനെ ഉയർച്ച ഉണ്ടാവും. എത്രമാത്രം നിങ്ങളത് വചനം പറയുമോ, നാവെടുത്ത് പറയും, അത്രയും വെളിച്ചം വന്നിട്ട് ഇരുള് തള്ളി പുറത്താവും. വചനം ആണ് വെളിച്ചം. വിശ്വാസത്തിൻ്റെ വാക്കുകളാണ് വെളിച്ചം. എത്ര നേരം നിങ്ങൾ പറയും? ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. മുഖത്തോക്കി പറഞ്ഞുള്ളതിൽ അപകടമാണ്. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. വ്യക്തികളോടല്ല സംസാരിക്കുന്നത്, ഇരുട്ടിൻ്റെ ലോകത്തോട് നമ്മൾ സംസാരിക്കുന്നു. ഇരുട്ട് വ്യാപരിപ്പിക്കുന്ന അശുദ്ധാത്മാവിൻ്റെ പോരാട്ടത്തോട് സംസാരിക്കുന്നു. ഏതു പ്രശ്നവും, നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്ന ഏതു പ്രശ്നത്തോടും നിങ്ങൾക്ക് ഇങ്ങനെ പ്രതികരിച്ച് വെളിച്ചമാക്കാം. നിങ്ങളുടെ നാവ് കൊണ്ട് വെളിച്ചമാക്കാം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുക. പറയുക. ഞാൻ പറയുന്ന കാര്യം ചെറിയൊരു കാര്യമല്ല, വളരെ വലിയ കാര്യമാണിത്. നിങ്ങൾ ആരെങ്കിലും ഇത് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ദയവായി പ്രവർത്തിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സിനകത്ത് ലോകത്തിൻ്റെ 100 കൂട്ടം ചിന്തകളും കൊണ്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് നടക്കത്തില്ല. ലൗകികമായ കാര്യങ്ങളെ കൊണ്ട് 24 മണിക്കൂർ ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അയാൾ വചനം നാവിലെടുക്കാൻ പോകുന്നില്ല. അതാണ് പെരുവഴി. ചവിട്ടി തേച്ചൊറച്ച ഒരു തറ ആ മനുഷ്യനുള്ളിൽ വചനം നിൽക്കില്ല. അയാൾ പറയില്ല. മുള്ളിനിടയിൽ വീണ വിത്ത്, ആ വചനം മുളയ്ക്കത്തില്ല. ആ വചനം അയാൾ നാവിന്ന് വരത്തില്ല. വചനമകത്തുള്ളൊരു മനുഷ്യൻ ഈ വചനമെടുത്തിങ്ങനെ പറഞ്ഞിട്ട് കർത്താവ് പ്രവർത്തിക്കും. നിങ്ങൾക്ക് സംഭവങ്ങൾ പറയാം, വേദപുസ്തകത്തിലെ സംഭവങ്ങൾ പറയാം, അബ്രഹാമിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ പറയാം,
നോഹയുടെ ജീവിതത്തിലെ സംഭവങ്ങൾ പറയാം. അവരൊക്കെ വിശ്വാസ വീരന്മാരാണ്. അവരുടെ സംഭവങ്ങൾ പറയാം. അവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു, കർത്താവ് അങ്ങനെ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കിയ കാര്യം പറയാം, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ കാര്യം പറയാം, അന്ധന് കാഴ്ച കൊടുത്ത കാര്യങ്ങൾ പറയാം. എത്ര 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 അത്ഭുതങ്ങൾ കിടക്കുന്നു, എത്ര എത്ര സംഭവങ്ങൾ. ഇത് പറയൂ, പറഞ്ഞിട്ട് പറ അങ്ങനെ അവിടെ സംഭവിച്ചെങ്കിൽ ഇവിടെയും സംഭവിക്കും, കർത്താവ് ഇവിടെ ചെയ്യും. അപ്പോൾ നമ്മുടെ മുമ്പിൽ അസാധ്യമായത് വീണ്ടും ഭർത്താവ് കൊണ്ടുവരും. അതങ്ങനെ നടക്കും, ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല, ഈ ലോകം മറിഞ്ഞു വന്നാൽ നടക്കാൻ പോകുന്നില്ല, അസാധ്യമാണ് അസാധ്യമാണ് എന്നിങ്ങനെ 100 വട്ടം നിങ്ങളുടെ തലയ്ക്കകത്ത് മുഴങ്ങി കേൾക്കുമ്പോഴും നിങ്ങൾ പറയണം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ മുമ്പിലുണ്ട്. ചെങ്കടലിനെ വിഭജിച്ചുവെങ്കിൽ, എരിഹോ മതിൽ ഉച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ തകർത്ത് കളഞ്ഞുവെങ്കിൽ, മന്നയും കാടപ്പക്ഷി അവർ പിടിക്കാൻ പോയതല്ല, സ്വർഗത്തിലെ കാറ്റും കാറ്റടിച്ച് 40 വർഷം അവർക്ക് അത്ഭുതമായി കൊടുത്തു എങ്കിൽ എൻ്റെ വീട്ടിൽ അസാധ്യമായത് സംഭവിക്കും. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. മനസ്സിലാകുമോ? ഇത് പറഞ്ഞുകൊണ്ടേ വീട് കംപ്ലീറ്റ് വെളിച്ചമാക്കി മാറ്റണം. നിങ്ങളുടെ വെളിച്ചം ഉയരത്തിലിരിക്കണം. മനസ്സിലാകുന്നു ഞാൻ പറയുന്നത്? തണ്ടിന്മേൽ വയ്ക്കൂ. അകത്തിരിക്കുന്ന വചനമെടുത്ത് തണ്ടിന്മേൽ വയ്ക്കൂ. വെളിച്ചമാണത്. അല്ലാതെ അകത്തിങ്ങനെ ഒളിച്ച് സ്തോത്രം അകത്ത് വെച്ച് പ്രസംഗമൊക്കെ കേട്ട് ദാ പോണം. അകത്തു വചനമില്ലാത്തൊരാൾ കേട്ടോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് ശ്രദ്ധിച്ചു നോക്ക്. അകത്തു വചനമില്ലാതെ മുള്ളുകളുള്ള ഹൃദയം, പെരുവഴി, ഉറച്ച തറ, ആ മനുഷ്യൻ വചനം പറയാതെ വണ്ണം ആ വീടിരുട്ടിലേക്ക് താഴ്ന്നു പോകും. വചനം കേട്ടവർ, വചനം ധ്യാനിച്ചവർ, അകത്തേക്ക് എടുത്തവർ, അത് മനസ്സിലാക്കിയവർ, അതിൻ്റെ ചിന്തകൾ തലയ്ക്കകത്തുള്ളവർ, അത് പറഞ്ഞ് വീട് വെളിച്ചമാക്കും. നിങ്ങളുടെ വാക്കുകൾ ഒരു വെളിച്ചമാണ്. ഒരു കാര്യം കേട്ടെ, ഫിലിപ്പിയർക്ക് ലേഖനം 4:6, ഫിലിപ്പ് 4:6 ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. പ്രാർത്ഥന. ഒന്നിനെക്കുറിച്ച് വീട്ടിൽ പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, മുമ്പിലേക്ക് പോകാൻ പറ്റാത്ത ഞെരുക്കങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത പ്രോസസ്സ്, വെളിച്ചമായി നിൽക്കുന്ന മറ്റൊരു കാര്യം പ്രാർത്ഥനയാണ്. വെളിച്ചമാണ് പ്രാർത്ഥന. എത്രമാത്രം സമയം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുമോ അത്രയും നിങ്ങൾ പ്രകാശമായി മാറും. 5 മിനിറ്റ് പ്രാർത്ഥന, 10 മിനിറ്റ് പ്രാർത്ഥന, അരമണിക്കൂർ പ്രാർത്ഥന, 1 മണിക്കൂർ പ്രാർത്ഥന, 2 മണിക്കൂർ പ്രാർത്ഥന, 3 മണിക്കൂർ പ്രാർത്ഥന, 5 മണിക്കൂർ പ്രാർത്ഥന, അങ്ങനെ വിശാലമായി പ്രാർത്ഥിക്കുന്ന ആൾക്കാരിനകത്തിരിപ്പുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വെളിച്ചമാണ്. എത്ര വേണമെങ്കിലും നിങ്ങൾ വെളിച്ചം കൂട്ടാം, എത്ര വേണമെങ്കിലും കൂട്ടാം, കുറയ്ക്കുകയും ചെയ്യാം, കൂട്ടുകയും ചെയ്യും. പ്രാർത്ഥന ഒരു അത്ഭുതമാണ്, പ്രാർത്ഥന ഒരു പ്രകാശമാണ്. അതുകൊണ്ട് എത്ര സമയം നിങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കുമോ, ദൈവസേന ഇരിക്കുമോ, അത്രയും നിങ്ങളിൽ ഒരു പ്രകാശം വന്ന് ചേർന്നുകൊണ്ട്. മോശ സമാഗമന കൂടാരത്തിനകത്ത് നിന്ന് ദൈവത്തോട് സംസാരിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങണ സമയത്ത് മോശയിൽ വലിയൊരു ദൈവിക പ്രകാശം ജനം കാണുകയാണ്. ഇത് സ്പിരിച്വൽ വേൾഡിൽ ഇത് എക്സാക്ട്ലി സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങൾ പ്രാർത്ഥന മുറിക്കകത്തിരുന്ന് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ക്രൂശിലെ രക്തം കൊണ്ട് കഴുകി ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു 5 മിനിറ്റും 10 മിനിറ്റും പ്രാർത്ഥനയെ പറ്റി അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ സ്പിരിച്വലി കണക്ട് ചെയ്യാനായിട്ട് തന്നെ 15 മിനിറ്റ് കുറഞ്ഞതെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കും. അത് കഴിഞ്ഞ് പോകണം പ്രയർ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 1 മണിക്കൂറെങ്കിലും നിങ്ങൾ, ഒരു മിനിമം ടൈമാണ് 1 മണിക്കൂർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 1 മണിക്കൂർ, 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ഒരു മനുഷ്യൻ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് അയാളുടെ സ്പിരിറ്റ്, അയാളുടെ ആത്മാവ് തിളങ്ങും. നമ്മളൊരു പക്ഷേ കാണുന്നില്ലായിരിക്കാം, നമ്മുടെ ആത്മാവ് തിളക്കമുള്ളതാവും. അത് വെളിച്ചമാണ്. ആ വ്യക്തി ഇങ്ങനെ നടക്കണ സമയത്ത് അവിടെ വെളിച്ചമാണ്. നടക്കുന്ന സമയത്ത് ഇരുട്ട് പേടിക്കാൻ തുടങ്ങും, പിശാചുക്കൾ മാറാൻ തുടങ്ങും, ഇരുട്ടിൻ്റെ ശക്തി എവിടെയും മൂലയ്ക്കൊക്കെ ഒതുങ്ങി നിൽക്കാൻ ശ്രമിക്കും. ആ വ്യക്തി ഒരു വെളിച്ചമാണ്. പക്ഷെ അത് എപ്പോഴും നിലനിൽക്കില്ല. എന്തുകൊണ്ട്? പ്രാർത്ഥന എപ്പോഴാണോ നിങ്ങളുടെ ലൈഫിൽ താഴുന്നത് അപ്പോൾ വീണ്ടും നമ്മളിൽ ആ വെളിച്ചം താഴ്ന്നതാവും. സ്പിരിറ്റ് അങ്ങനെയാണ്. സ്പിരിറ്റ് കാരണം നമ്മൾ ജഡത്തിലായതുകൊണ്ട് പെട്ടെന്ന് ഈ സ്പിരിറ്റിൻ്റെ പ്രകാശം താഴും. അതുകൊണ്ടാണ് ഡെയിലി മന്ന എല്ലാ ദിവസവും യേശു ക്രിസ്തു അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് മലമുകളിലും വിജന സ്ഥലങ്ങളിൽ പോയി. എന്തിന്? എല്ലാ ദിവസവും പോണോ? രാത്രി മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്തിന്? ദൈവപുത്രൻ അങ്ങനെ പ്രാർത്ഥിക്കണോ? ജഡം. അവൻ ജഡത്തിൽ വന്നവനാണ്. ജഡത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മാവിൻ്റെ പ്രകാശം വേഗത്തിൽ കെട്ടുപോകും. അപ്പോൾ അതിനെ ബാറ്ററി റീചാർജ് ചെയ്യുന്നത് പോലെ ഇത് ആക്റ്റീവാക്കിക്കൊണ്ടേയിരിക്കണം. അത് രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, നിങ്ങൾ എത്ര സമയം ഇരിക്കുന്നോ അത്രയും നിങ്ങൾ പ്രകാശം. ആ പ്രകാശമുള്ള വ്യക്തി വീട്ടിൽ പ്രകാശം. ആ വ്യക്തി ഇരിക്കുന്നിടത്തോളം കാലം ആ വീട്ടിൽ ഇരുട്ട് എന്നും പേടിയാണ്. ഇരുട്ടിരുന്നാലും പേടിയാണ്, പോയേ പറ്റൂ. ആ പ്രശ്നങ്ങൾ മാറിയേ പറ്റൂ. പ്രാർത്ഥന വെളിച്ചമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര പേരാണ് വീടുകളെ പ്രാർത്ഥന കൊണ്ട് പ്രകാശപൂരിതമാക്കിയത്? ഭർത്താവ് പ്രാർത്ഥിക്കുന്നില്ല, ഭാര്യ ആരെയും കുറ്റപ്പെടുത്തണ്ട. ഇരുട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അത് സത്യമാണ്.
ഇരുട്ടിരിക്കുന്നിടത്തോളം കാലം അയാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, പ്രയാസമാണ്. ഇനി ദൈവം അദ്ദേഹത്തിന് അതിനുള്ള കൃപ കൊടുക്കണം. ചില ടെസ്റ്റുകളെ കൊടുത്ത് ഞെരിയൊക്കെ വരുമ്പോൾ ചില ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങും. അത് കർത്താവ് അയക്കുന്നതാണ്, നിങ്ങൾ അയക്കുന്നതല്ല. അപ്പം നമ്മൾ അതിനൊന്നും മറുപടി പറയാനോ വഴക്കുണ്ടാക്കാനോ ഒരാളെ അടിച്ച് പ്രാർത്ഥിപ്പിക്കാനോ ഒന്നും പോകരുത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആരെ അടിച്ച് പ്രാർത്ഥിക്കുക? ചില വീടുകളിലേക്ക് ഈ പ്രശ്നങ്ങളുണ്ട്. പ്രാർത്ഥിപ്പിക്കുക, അടിച്ച് പ്രാർത്ഥിപ്പിക്കുക, ഭർത്താവിനെ നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കുക, ഭാര്യ നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കുക. അല്ല, നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രകാശമാവും. നിങ്ങൾ പ്രകാശമാകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാതെ വണ്ണം അയാളിൽ വ്യാപരിക്കുന്ന ഇരുട്ടിനെ നേരെ നിങ്ങൾ ഈ വെളിച്ചമടിക്കുന്ന സമയത്ത് ആ ഇരുട്ട് മാറുമ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കലി പ്രാർത്ഥനയിലെത്തും. വെളിച്ചം കൊണ്ട് മാത്രം ഇരുട്ട് മാറ്റാൻ പറ്റും. ഉപദേശം കൊണ്ടല്ല, വാക്കുകൾ കൊണ്ടല്ല, അടി കൊടുത്തിട്ടല്ല, ബഹളം വച്ചിട്ടല്ല. ശാന്തമാകൂ. പ്രാർത്ഥന ഒരു വെളിച്ചമാണ്. മനസ്സിലാകുന്നു? വളരെ പ്രധാനപ്പെട്ട ഇത്ര ഞാനത് നിർത്തട്ടെ. അടുത്തൊരു കാര്യം കൊണ്ട് എനിക്ക് പറഞ്ഞിരിക്കാം. അതുകൊണ്ട് അടുത്ത ഭാഗം കൂടെ ഈ വെളിച്ചത്തിൻ്റെ ശ്രദ്ധിച്ചോളണേ. നമ്മളെ വെളിച്ചം ഉയരത്തിലെടുത്ത് വയ്ക്കണം. അപ്പോൾ എല്ലാവർക്കും പ്രകാശിക്കും. അങ്ങനെ പ്രകാശമാകുന്ന സമയത്താണ് വീടിൻ്റെ ഇഷ്യൂസ് മാറുന്നത് കേട്ടോ. ഈ സംഭവം നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. അടുത്തൊരു വാക്യം, വിളക്ക് തണ്ടിന് മേലെ വയ്ക്കുന്നത് വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായതൊന്നുമില്ല, വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായതൊന്നുമില്ല. വെളിപ്പെടുവാനുള്ളതല്ലാതെ ഗൂഢമായതൊന്നുമില്ല, വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായതൊന്നും തന്നെ ഇല്ല. മറഞ്ഞിരിക്കുന്ന ആത്മീക മർമ്മങ്ങൾ, ഗൂഢമായിരിക്കുന്ന ആത്മീക മർമ്മങ്ങൾ വെളിപ്പെട്ട് വന്നേ പറ്റും. അത് വെളിപ്പെട്ട് വരുമ്പോൾ ആ സാധനമാണ്, ആ വെളിപ്പെട്ട് വരുന്ന ഗൂഢമായ ആത്മീക മർമ്മങ്ങളാണ് നിങ്ങളെ ശരിക്കും വെളിച്ചമുള്ളവരാക്കി മാറ്റുന്നത്. മറഞ്ഞിരിക്കുന്ന ആത്മീക മർമ്മങ്ങൾ, അതിനാണ് നമ്മൾ വചനം ശ്രദ്ധയോടെ പഠിക്കണമെന്നും വചനം ധ്യാനിക്കണമെന്നും പറയുന്നത്. പേഴ്സണൽ ഡിവോഷൻ നിങ്ങൾക്ക് വേണമെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ അതാണ്. എല്ലാവർക്കും ഒരേ റെവലേഷൻസ് അല്ല. എനിക്ക് കിട്ടുന്ന വചന ബോധ്യങ്ങളാകണമെന്നില്ല നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാൻ സങ്കടപ്പെടരുത്. ദീർഘമായി നിങ്ങൾ അതിനെ പിന്തുടരുന്നുവെങ്കിൽ ദൈവം അതിനകത്തുള്ള റെവലേഷൻസ് നിങ്ങൾക്കായി തുറന്നു തരും. അതായത് ഗൂഢമായത്, മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. നിങ്ങൾ ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങളൊരു വേദഭാഗം വായിച്ചിട്ട് അതിനകത്ത് ഗൂഢമായത് എന്തോ ഉണ്ട്, അതിനകത്തുള്ള ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾ തോന്നുന്ന ആ കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ്, എന്താണ് ഇതിൻ്റെ മർമ്മം? ഗൂഢമായത് എന്താണ്? കർത്താവ് പറയുന്നു, ഒരു കാരണവശാലും അത് മറഞ്ഞിരിക്കില്ല, അത് പുറത്തു വരിക തന്നെ ചെയ്യും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ദാഹം കണ്ട് ദൈവം അത് തുറന്നു തരുമ്പോൾ നീ ഒരു പ്രകാശമായി മാറും. ഇത് പേഴ്സണൽ റെവലേഷനിൽ സംഭവിക്കുന്ന കാര്യം ഞാൻ പറയാണ്. ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും എത്രയോ ഇരട്ടി പവറാണ് നിങ്ങളുടെ അകത്ത് ഇത് ജനറേറ്റ് ചെയ്ത് വരുന്നത്. വലുതാണ്. പേഴ്സണലി നിങ്ങളുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് തരുന്നതാണത്. അതൊരു ഭയങ്കര ശക്തിയായിട്ടാണ് വരുന്നത്. അതൊരു കൃപയായിട്ട് ഒഴുകുകയാണ്. പിന്നെ നിങ്ങൾക്ക് അതിൽ മാറാൻ പറ്റില്ല. നിങ്ങൾ ഭയങ്കര വിശ്വാസത്തിലേക്ക് വരും, നിങ്ങൾ ബലത്തിലേക്ക് വരും. മാറാൻ പറ്റില്ല. ഗൂഢമായിരിക്കുന്ന കാര്യങ്ങൾ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നതിനകത്ത് എനിക്ക് കിട്ടിയ റെവലേഷൻസാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എനിക്ക് ദൈവം പറഞ്ഞു തരുന്ന ബോധ്യങ്ങൾ, ഇതിനേക്കാളും ആഴങ്ങളുണ്ട് ഈ സാധനങ്ങൾക്കില്ല. ഞാൻ ഈ പറയുന്നത് അല്ല, എനിക്കറിയാം ഇതിനേക്കാളും ആഴങ്ങളുണ്ട്. അത് കിട്ടുന്നവർ അങ്ങനെ പ്രസംഗിക്കാം. നാളെ എനിക്ക് ഇതിനേക്കാളും ആഴങ്ങൾ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നാളെ ഞാൻ ഈ ഭാഗം പ്രസംഗിക്കുമ്പോൾ വേറൊരു തലത്തിലേക്ക് കുറെ കൂടി ഡീപ്പായി പോകണം. അപ്പോൾ നിങ്ങൾ കേൾക്കാണ്. അപ്പം ഞാൻ ഇപ്പോൾ എനിക്ക് കിട്ടിയ റെവലേഷൻസ് ഞാൻ പറയുന്നു. എനിക്ക് ചിലപ്പോൾ മറ്റൊരാളുടെ വചനത്തിലൂടെ ചില റെവലേഷൻസ് എനിക്ക് കിട്ടുന്നു. അതെനിക്ക് ആശ്വാസമാകും, അല്ലേ? എനിക്കത് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. നിങ്ങൾക്ക് പ്രസംഗം കേൾക്കുമ്പോൾ കുറച്ച് സന്തോഷമായി. ചില ആൾക്കാർ പറയും, ഈ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ കുറച്ചുകൂടി എനർജിയായി, എനിക്ക് കുറച്ച് വിശ്വാസം വന്നു, ഞാൻ കുറച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞാൻ കുറച്ച് വിശുദ്ധ ജീവിതത്തിൽ എത്താൻ പറ്റി. എന്താ കാര്യം? അതിനകത്ത് ഗൂഢമായിരുന്ന ഒരു കാര്യം, മറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആ പ്രസംഗിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അതിങ്ങനെ പ്രകാശമായി മാറിയപ്പോൾ മറ്റു കുറേ പേര് വെളിച്ചമാക്കി മാറ്റി. ഗൂഢമായിരിക്കുന്നൊന്നുമില്ല, വെളിച്ചത്തിലേക്ക് എല്ലാം വന്നു വരും. അത് എനിക്ക് വരും, നിങ്ങൾക്കും വരും. നിങ്ങൾ എത്രമാത്രം ഈ വെളിച്ചം ഇങ്ങനെ ഗൂഢമായിരിക്കുന്നത് എടുത്തുകൊണ്ടിരിക്കുമോ അത്രയും നിങ്ങൾ പ്രകാശമായി മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ വീടുകൾക്കകത്ത്, നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ സഭയിൽ നിങ്ങൾ പ്രകാശമായി മാറും. ഇരുട്ടിന് നിങ്ങളെ തൊടാൻ പറ്റില്ല. മനസ്സിലാവുന്നു? വെളിച്ചം കൊണ്ടുവരുന്ന ഒരു വെളിച്ചം കൊണ്ട് ഓരോ എലമെന്റും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വിശ്വാസം അത് വർദ്ധിപ്പിച്ചെടുത്താൽ നിങ്ങൾ വെളിച്ചമാവും. എങ്കിലേ വീട് ശരിയാവത്തുള്ളൂ, നിങ്ങളുടെ കുടുംബം ശരിയാവും, നിങ്ങളുടെ തലമുറ ശരിയാവത്തുള്ളൂ. ക്യാരക്ടർ ശരിയാക്കിയെടുക്കണം. അത് വെളിച്ചമാണ്. അത് വന്നാലേ ശരിയാകത്തുള്ളൂ, ജീവിതം ക്രമപ്പെടുത്തുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥന ഒരു വെളിച്ചമാണ്. അത് വന്നാലേ ജീവിതം ക്രമപ്പെടുത്തുള്ളൂ. വിശുദ്ധത്തിൽ നിങ്ങളുടെ വാക്കുകൾ, വിശ്വാസത്തിന്റെ വാക്കുകൾ ക്രമപ്പെടുത്തണം. എങ്കിലേ വെളിച്ചമായി മാറത്തുള്ളൂ. എങ്കിലേ അത് പ്രയോജനമായി വീട് അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ.
ഗൂഢമായിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെട്ട് വരിക വേണം. അതിന് ഗൂഢമായ മർമ്മങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്ന മെസ്സേജുകൾ നിങ്ങൾ കേൾക്കണം. ശ്രദ്ധിച്ചോ, ഗൂഢമായ മർമ്മങ്ങൾ പഠിപ്പിക്കുന്ന മെസ്സേജുകൾ. അല്ലാതെ ഇതാ വരുന്നു, ഇപ്പൊ പിടിച്ചോ, ഇതാ കിട്ടി, ഇതാ സ്തോത്രം, ഇപ്പൊ തന്നെ വിട്ട് പിടി, അതല്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം നിങ്ങൾ. ആ സാധനം ദയവായി വിട്ടുകളയൂ. അങ്ങനെയുള്ള മെസ്സേജുകളെ വിട്ടുകളയൂ. അത് ശരിയല്ല, അതല്ല. അതൊരു പക്ഷേ അങ്ങനെ ആക്റ്റീവായിട്ട് അങ്ങനെ വരുന്ന ഒരു പ്രവചനം വരെ വന്നേക്കാം, ഇല്ലെന്നൊന്നും പറയില്ല. പക്ഷെ പ്രസംഗം അതല്ല, പ്രസംഗം അതല്ല. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേർക്ക് ഇങ്ങനെ അനുഗ്രഹം വരാൻ പോകുന്നു. പ്രവചനമാണെങ്കിൽ ഓക്കെ, നല്ല കാര്യമാണ്, തെറ്റില്ല, വരാം. പക്ഷെ പ്രസംഗം അതല്ല. പ്രസംഗം ഗൂഢമായതാണ്. ഈ ഗൂഢമായ സത്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നതാണ് വചനം. അത് നിങ്ങൾക്കറിവില്ലാത്തത്, മനസ്സിലാകുന്നോ? എനിക്കറിവില്ലാത്ത കാര്യം, ഞാൻ പ്രസംഗിക്കുന്ന കാര്യമെല്ലാം നിങ്ങൾക്കറിയാമെങ്കിൽ ദയവായി എന്നെ വിട്ടു പോകൂ. ഗൂഢമായ മറ്റൊന്നും പഠിപ്പിക്കുന്ന എന്നേക്കാൾ കുറച്ചുകൂടി നിങ്ങൾക്ക്, ഞാൻ നിൽക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് സ്പിരിച്വൽ ലെവലിൽ നിങ്ങൾ അതിനേക്കാൾ ഉയരാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, അതിനേക്കാൾ ഉയരാണ് നിങ്ങളെങ്കിൽ, ഇതൊക്കെ എനിക്കറിയാവുന്ന ഈ ലെവലിൽ കഴിഞ്ഞ ഒരാളാണ് ഞാനെങ്കിൽ, നിങ്ങൾ കുറെ കൂടി ഉയർന്ന തലത്തിലുള്ളൊരു ശുശ്രൂഷകൻ്റെ കീഴിലെത്തൂ. നിങ്ങൾ വീണ്ടും വളരും, വീണ്ടും വളരും, തെറ്റില്ല, നല്ല കാര്യമാണ്. അങ്ങനെ ഒരാളുടെ കീഴിൽ അങ്ങനെയല്ല, വീണ്ടും വളരും കുറെ കൂടി. അതല്ല എങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റെവലേഷൻസ് ആണെങ്കിൽ, പുതിയ പുതിയ അനുഭവങ്ങളാണെങ്കിൽ, നിങ്ങൾ ആത്മീയമായി ചൈതന്യപ്പെടുത്തുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ദൈവം തരുന്ന ഗൂഢമായ സത്യങ്ങളാണത്. അതിനെടുക്കണം. അത് അടുത്ത വാക്കിയോട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മറവായിരിക്കുന്നുമില്ല, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വേണമെങ്കിൽ കേളുന്നു, അത്ര സീരിയസ് ആയിട്ട് പറയണം, ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകും. 24 വചനം, നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും, അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് അവൻ അവരോട് പറഞ്ഞു. വളരെ വളരെ സീരിയസ് ആയി കർത്താവ് പറയുന്നത് കണ്ടോ? വല്ലാത്തൊരു വാക്കാണ്. നമ്മൾ പോലും ഇങ്ങനെയൊന്നും പറയാറില്ല കേട്ടോ. കേൾപ്പാൻ ചെവിയുണ്ടെങ്കിൽ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. കണ്ടോ, കേൾക്കുന്നത് സൂക്ഷിച്ചോളണം. നിഗൂഢമായ ആത്മീക മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുമ്പോൾ സൂക്ഷിച്ച് കേൾക്കണം. എന്തെന്നറിയാമോ? എന്താ അടുത്ത വാക്ക് നോക്കാം. സൂക്ഷിച്ച് കേൾക്കൊള്ളുവിൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്ന് കിട്ടും, അധികമായും കിട്ടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്ക് അളന്ന് കിട്ടും. ഞാൻ പ്രസംഗിക്കുകയാണ്, ഗൂഢമായ മർമ്മങ്ങൾ പറഞ്ഞു തരാണ്. പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന റെവലേഷൻസ് ഞാൻ പറയുകയാണ്. ഇതിങ്ങനെ വിളമ്പുകയാണ്. അപ്പം ഇത് ഈ അരി വിളമ്പ് പോലത്തെ സാധനമല്ല ഇത്. 10 കിലോ അരിയാണ് ഞാൻ വിളമ്പുന്നതെങ്കിൽ, ഞാൻ കൊടുക്കുന്നതെങ്കിൽ, നിങ്ങൾ ഏത് പാത്രം കൊണ്ടുവന്നാലും, നിങ്ങൾ എത്ര വലിയ ചാക്ക് കൊണ്ടുവന്നാലും 10 കിലോ കിട്ടൂ. അതിൽ കൂടുതൽ കിട്ടില്ല. എല്ലാവർക്കും 10 കിലോ വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതിൽ കൂടുതൽ ഒരരിയും കിട്ടില്ല, 10 കിലോ കിട്ടൂ. അല്ലേ, എത്ര ഉള്ളൂ. എന്നാൽ ഇതല്ല. ഗൂഢമായ റെവലേഷൻസ് പരിശുദ്ധാത്മാവാണ് വ്യാപരിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവ് തരുന്നത്, പരിശുദ്ധാത്മാവ് വിളമ്പുന്നത്, ഞാനല്ല. പരിശുദ്ധാത്മാവ് വിളമ്പുന്നത് ഗൂഢമായ സത്യങ്ങൾ ഇങ്ങനെ വിളമ്പുമ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന അളവ് പാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്ന അളവ്. നിങ്ങൾ കൊണ്ടുവരുന്ന അളവ് പാത്രം. ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നു, പരിശുദ്ധാത്മാവ് ഇത് വ്യാപരിപ്പിക്കുന്നു, പ്രസംഗിക്കുന്നു, പരിശുദ്ധാത്മാവിനെ അളവ് തരുന്നു, കൊടുക്കുന്നു. അപ്പോൾ ഒരാൾ 5 കിലോ കൊള്ളുന്ന ഒരു പാത്രവുമായി വരുന്നു, അദ്ദേഹത്തിന് 5 കിലോ കിട്ടും. വേറൊരാൾ 10 കിലോ ഉള്ളൊരു പാത്രവുമായി വരുന്നു, അദ്ദേഹത്തിന് 10 കിലോ കിട്ടും. വേറൊരാൾ 20 കിലോ കൊള്ളുന്ന ഒരു പാത്രവുമായി വരുന്ന അയാൾക്ക് 20 കിലോ കിട്ടും. വേറൊരാൾ 50 കിലോ കൊള്ളുന്ന വലിയ അണ്ടാവുമായി വരുന്ന അയാൾക്ക് 50 കിലോ കിട്ടും. അത്ര നിങ്ങൾ അളക്കുന്ന അളവ്, നിങ്ങൾ ഇതിന് കൊടുക്കുന്ന വില. മനസ്സിലാവുന്നോ? നിങ്ങൾ ഈ വചനം പ്രസംഗിക്കുന്ന സമയം ഞാനിവിടെ പ്രസംഗിക്കണം. അപ്പം നിങ്ങൾ പറയും, പിന്നെ ഇതൊക്കെ എത്ര കേട്ടത്? പിന്നെ ഇതിന് എടുത്തില്ലെങ്കിൽ ഇപ്പം എന്ത്? ഇതിലൊന്നും കാര്യമൊന്നുമില്ല. ഇങ്ങനെ എടുത്തു വെച്ചോ, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനെ ലാഘവത്തോടെ നിങ്ങളിതിനെ തള്ളിയെന്ന് വെച്ചു. നിങ്ങൾ ദൈവസന്നിധിയിൽ പോയി മുട്ടുകുത്തുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനീ പറയുന്ന സംഭവങ്ങൾ എൻ്റെ സ്വയത്തിൽ നിന്നോ എനിക്കെന്തെങ്കിലും പേഴ്സണൽ മോട്ടീവോടുകയോ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയോ അശുദ്ധിയിൽ നിന്നോ ഞാൻ പറയുന്നുവെങ്കിൽ ഇതിനകത്തൊരു കാര്യമില്ല. ഈ പറഞ്ഞ കറക്റ്റാണ് അയാൾ പറഞ്ഞത്, അയാൾ കാര്യമൊന്നുമില്ല. വെട്ടിപ്പോയി, കർത്താവ് തള്ളിയതാണ്, എന്നെ കർത്താവ് തള്ളിയതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഗൂഢമായതായിരുന്നു, പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയതായിരുന്നു. ഞാൻ അതിനൊരു വില കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഗൂഢമായ ഒരു മർമ്മം എനിക്ക് കിട്ടാൻ ഞാൻ എത്ര മണിക്കൂർ ഇതിൻ്റെ പിന്നിൽ സ്പെൻഡ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയില്ല, സ്വർഗത്തിലെ ദൈവത്തിനറിയാം. എൻ്റെ ലൈഫ് എത്രമാത്രം ഇതിനകത്ത് ഇടിഞ്ഞു താർന്നിട്ടുണ്ടെന്ന്, എൻ്റെ ശരീരം എത്രമാത്രം തകർന്നിട്ടുണ്ട്,
എൻ്റെ കുടുംബം എന്തുമാത്രം ഇതിനകത്ത് തകർന്നിട്ടുണ്ടെന്ന്, എൻ്റെ ഇഷ്ടങ്ങൾ മോഹങ്ങൾ എവിടെയെല്ലാം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടെന്ന്, എത്രമാത്രം കുരിശ് വഹിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ പിന്നിൽ ഇരുന്നതെന്ന് സ്വർഗത്തിലൊരു വിലയുണ്ട് ഇതിന്. നിങ്ങൾ വന്നിട്ട് പറയാണ്, ഓ പിന്നെ ഇതെത്രയാ, ഓ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ മുട്ടുകുത്തിപ്പോയിട്ട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എൻ്റെ കടഭാരം മാറ്റിത്തരണേ. കർത്താവ് പറയുന്നു, ഓ ഇത് വലിയ കാര്യമൊന്നുമില്ല, പോടാ. മനസ്സിലാവും നിങ്ങൾക്ക്? സെയിം വാക്ക് കർത്താവ് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഈ വചനം എത്ര ഇതിൽ അളന്നെടുത്തോ അതാണ് നിന്റെ അളവ്, അതാണ് നിങ്ങളുടെ വാല്യൂ. സ്വർഗത്തിലെ ദൈവം പറയും, ഓ നിന്റെ പ്രശ്നത്തിന് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ പ്രസംഗം കേട്ട് എന്ത് പറഞ്ഞു? വലിയ കാര്യമൊന്നുമില്ല. ചിലർ പറയും കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, പ്രസംഗം അത് കുഴപ്പമില്ലായിരുന്നു, ഒന്നും എടുത്തിട്ടൊന്നുമില്ല, കുഴപ്പമില്ലായിരുന്നു, വേറെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് കർത്താവ് എൻ്റെ കടഭാരം മാറ്റി തരണം, എൻ്റെ രക്ഷിക്കണേ. ഇവിടെ കുഴപ്പമില്ലടാ. കർത്താവ് പറയും കുഴപ്പമില്ലടാ. സെയിം വാക്ക്, നിങ്ങൾ അളക്കുന്ന അളവ് സെയിം വാക്ക്, കുഴപ്പമില്ല. നിങ്ങൾ 1 കിലോയുള്ള പാത്രം കൊണ്ടുവരുന്നു, കുറച്ചെടുക്കുന്നു, കുറച്ച്, ഓ അവിടെയൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ എടുക്കുന്നു. പെരുവഴി 99% ലൗകിക കാര്യങ്ങൾ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കണേ, 99% ലൗകിക കാര്യങ്ങൾ, ലോകത്തിൻ്റെ വിഷയങ്ങൾ, അത് ഇത് ചപ്പും ചോറും എല്ലാം. 1% ഒരു കൊച്ചു പാത്രത്തിൽ വചനം എടുത്തുകൊണ്ട് പോവുകയാണ്. നിറഞ്ഞിരിക്കാൻ തലയ്ക്കകത്ത് വീഴ ലൗകിക കാര്യങ്ങൾ. അപ്പോഴാണ് ഒരു അല്പം വചനം എടുത്തിട്ട്, ഓ പ്രാർത്ഥിക്കാം വചനം വായിക്കാം, ശരി എടുത്തുകൊണ്ട് പോകുന്നു. ഇന്ന് മുതൽ പോയിട്ട് പൂരം പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ ഇവള് വായിക്കുന്നു, 5 ദിവസം പിശാചം എടുത്തുകൊണ്ട് പോകുന്നു. കർത്താവേ സഹായിക്കുന്ന കർത്താവ് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ തരും. നീ അളക്കുന്ന അളവ്, അതിൽ കൂടുതൽ 1 മണി പോലും കിട്ടില്ല എന്ന് എഴുതിയിട്ടോ, 1 തരിമ്പ് പോലും കിട്ടില്ല. ഈ വചനത്തിൻ്റെ ഗൂഢമായതിൻ്റെ വിലയെന്തെന്ന് അറിഞ്ഞുകൂടാത്തൊരു ക്രിസ്ത്യാനി, നീ ദൈവസന്നിധിയിൽ തള്ളപ്പെട്ടതാണ്. ദൈവം സ്നേഹിച്ചിട്ടാണ് നമുക്ക് ഗൂഢമായ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരുന്നത്. അത്രമാത്രം നമ്മളെ സ്നേഹിച്ചിട്ടാണ്. അന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളെ കൊണ്ടുവന്നത് എന്തിനെന്നറിയാം? നിങ്ങളെ സ്നേഹിച്ചിട്ടാണ്. ഏറ്റവും വിലയുള്ള, എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞു, വചനത്തിൻ്റെ വില നിങ്ങൾ ചെറുതായിട്ട് കാണല്ലേ, വചനത്തിൻ്റെ വില ചെറുതായിട്ട് കാണല്ലേ. അത് മുത്തുകളിലും ശ്രേഷ്ഠമാണ്, സ്വർണത്തിലും വലിയ വലിയ വിലപിടിപ്പുള്ള മുത്തിലും ശ്രേഷ്ഠമാണത്. അതിന് പ്രഷ്യസ് ആയിട്ട് എടുത്തുകൊണ്ട് പോകൂ. എത്ര പ്രാവശ്യം ഞാൻ വചനത്തെ പറ്റി നിങ്ങൾ എടുത്തുകൊണ്ട് പോകൂ, വീട്ടിലേക്ക് കൊണ്ടുപോയി വെച്ച് വീണ്ടും വായിക്കൂ, ധ്യാനിക്കൂ, അത് ലൈഫിനകത്താക്കി എടുക്കൂ, വേരോട്ടം ഉണ്ടാക്കി എടുക്കൂ. നിസ്സാരമായിട്ട് കളയുന്ന ഓരോരുത്തരുടെ ജീവിതത്തിനകത്തും കർത്താവ് അതേപോലെ നിസ്സാരമായി വിളയെടുത്തുള്ളൂ. നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം എറിഞ്ഞു തരുന്നതെല്ലാം നിങ്ങളുടെ അനുഗ്രഹങ്ങളാണ്, ബ്ലെസ്സിങ്സ് ആണ്. അപ്പം നമ്മൾ 100 കൂട്ടം കാര്യങ്ങളായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുകയാണ്. കർത്താവ് പറയണം, 100 കൂട്ടം കാര്യങ്ങളെക്കാൾ വിലയുള്ളൊരു സാധനം നിൻ്റെ മുമ്പിൽ ഞാൻ വച്ചു തന്നില്ലേ, നീ എത്ര അളവ് വെച്ച് നീ എടുത്തു? നീ ഏത് പാത്രം കൊണ്ടാണ് പോയത്? നിൻ്റെ ഹൃദയം എങ്ങനെ ഇരുന്നു? ആ വചനത്തെ നീ കൊടുത്ത വില എത്ര? ദൈവത്തിൻ്റെ വചനത്തിന് പ്രിയമുള്ള മക്കളെ, നിങ്ങൾ കൊടുക്കുന്ന അളവാണ് അളവ്. നിങ്ങൾക്ക് എത്ര വലിയ അളവ് പാത്രം വേണമെങ്കിലും കൊണ്ടുവരാം. മനസ്സിലായോ? ഒഴിഞ്ഞ ഹൃദയവുമായിട്ട് വരണം, പ്രാർത്ഥിച്ച് ഒരുങ്ങി വരണം. കർത്താവേ എനിക്ക് നിറഞ്ഞ് ആ വചനം തരണേ കർത്താവേ. ദാഹമാണ്, ദാഹം ആഗ്രഹിച്ച് വരുന്നവരാണ് നിങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കും. നിറഞ്ഞ ദാഹത്തോടെ, അല്ലാതെ ഓ ശല്യം ഒന്ന് പോയിട്ട് വരാം, ഇല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ചില്ലെങ്കിലോ ഒരു അനുഗ്രഹവും വരാൻ പോളിൽ. പിന്നെ വേറെ ആരെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ആ അടിച്ച് കയറാം. അങ്ങനെയാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ അങ്ങനെ വരുന്നെങ്കിലും സങ്കടപ്പെടരുത്. ചില ഭർത്താക്കന്മാർ, ചില ഭാര്യമാർ, ചില മക്കളൊക്കെ ചിലപ്പം നിർബന്ധിച്ചുകൊണ്ട് നിർത്തുന്നതാവാം. സങ്കടപ്പെടല്ലേ. പക്ഷെ വെളിച്ചം മറ്റേയാളായിരിക്കും. മറ്റേയാൾ വെളിച്ചമായിരിക്കും, ഇല്ലെങ്കിൽ പാടാണ്, നിവൃത്തിയില്ല. അങ്ങനെ പറയാൻ സത്യമാണത്. ഒരാളെങ്കിലും വെളിച്ചമായാലും ക്ലിയർ ആവും. പ്രിയരെ, നിങ്ങളുടെ അളവ് പാത്രം നിങ്ങളുടെ ഹൃദയമാണ്. ഇതിങ്ങനെ തുറന്നു വെച്ച് വചനം വേണം, വചനമാണ് സത്യം. ഈ വചനത്തിലൂടെ ഞാൻ രക്ഷപ്പെടും, ഈ വചനത്തിലൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഈ വചനത്തിലൂടെ ഞാൻ നിത്യതയിലെത്തും, ഈ വചനത്തിലൂടെ എൻ്റെ വീട് വെളിച്ചമാകും, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഞങ്ങൾ വിശുദ്ധരായി മാറ്റപ്പെടും, പരിശുദ്ധാത്മ നിറയപ്പെടും. കർത്താവ് പുതിയ മർമ്മങ്ങൾ തരണേ, വചനം തരണേ, അനുഗ്രഹിക്കണമേ. ഇങ്ങനെ ദാഹത്തോടെ വലിയൊരു പാത്രം കൊണ്ട് വരുമ്പോൾ അവനെ നിറച്ച് അനുഗ്രഹിച്ചു വിടും ദൈവം. എന്തിനാ നിങ്ങൾ ആരാധനയ്ക്ക് വരുന്നത്? വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ സൗഖ്യത്തിന് വേണ്ടി ഓടുന്ന ആൾക്കാർ ഇവിടെ അങ്ങനെ വരാൻ ചാൻസ് ഇല്ലാരും. സൗഖ്യത്തിന് വേണ്ടി ഓടുന്ന ആൾക്കാരുണ്ട്, വിടുതലുകൾക്കും അത്ഭുതങ്ങളും കാണാൻ വേണ്ടി ഓടുന്ന ആൾക്കാരുണ്ട്. ഞാൻ തെറ്റായിട്ടൊന്നും പറയുന്നില്ല അതൊന്നും, കാരണം ഇതെല്ലാം ഉള്ളതായതുകൊണ്ട് ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷേ വാല്യൂ അതിനല്ല, വില അതിനല്ല. നിങ്ങളുടെ സൗഖ്യമായിരുന്നാൽ നിങ്ങളുടെ ലൈഫിലെ സകല കാര്യങ്ങളും തരാൻ ദൈവത്തിന് വചനം മതി.
നിങ്ങളുടെ അകത്ത് ഈ വചനം എത്രമാത്രം അളവിലെടുക്കുമോ അത്രയും അളവ് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ മേൽ വന്നുകൊണ്ടേയിരിക്കും. സ്പിരിച്വലി, ഫിസിക്കലി, സകല മേഖലകൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട്. ഇപ്പം വളരെ വളരെ സീരിയസ് ആയിട്ട് നിങ്ങളിതിനെ മനസ്സിലാക്കണം. തമാശയായിട്ട് എടുക്കരുത്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ സംഭവമൊന്നും വായിക്കപ്പെടുന്നത് മനസ്സിലായിട്ടില്ല. ഒത്തിരി സമയം പ്രാർത്ഥിച്ചും കർത്താവിൻ്റെ ശരീരം ഇതെൻ്റെ തലയ്ക്കകത്ത് ഇങ്ങനെ ഉരുവായി വന്നൊരു വലിയ മർമ്മമാണ്. പ്രഷ്യസായൊരു സംഭവമാണ്. എന്തുകൊണ്ട് ആൾക്കാർക്ക് അനുഗ്രഹം കിട്ടുന്നില്ല? വചനത്തിന് ആ വ്യക്തി വില കൊടുത്തില്ല, കിട്ടില്ല. സീരിയസ്ലി ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ചെയ്യാം. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടാനായിട്ട് നിങ്ങൾ വചനത്തിന് എത്ര അളവ് കൊടുക്കുമോ അത്രയും നിങ്ങൾക്ക് കിട്ടും. വേണമെങ്കിൽ പുച്ഛിച്ചിട്ട് പോകാം, തള്ളിയിട്ട് പോകാം, വിലയില്ലെന്ന് കളഞ്ഞിട്ട് പോകാം. സെയിം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വരും. ഇനി ഞാൻ നിന്നെ തള്ളിക്കളയുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ എടുക്കുന്നില്ല. ഇതുപോലെ കർത്താവും പറയും. കർത്താവിനാവശ്യം നിങ്ങളുടെ പ്രകാശമാണ്. പ്രിയരെ, നിങ്ങളുടെ പ്രകാശമാകാനുള്ള അടിസ്ഥാനമായ പ്രമാണം വചനമാണ്. ഈ വചനം എടുക്കുന്ന ഒരാൾ ക്രമേണ സകല മേഖലയും, ക്യാരക്ടറാവട്ടെ, വിശ്വാസമാവട്ടെ, പ്രാർത്ഥനയാവട്ടെ, വാക്കുകളാവട്ടെ, സകലതും പ്രകാശമായി മാറും. ഒരു വീട് ഒരാളിലൂടെ കംപ്ലീറ്റ് ക്ലീൻ ആവും. ഒരൊറ്റ ആൾ മതി പ്രകാശമായി ഒരാൾ. അയാൾ പ്രകാശം ആയിരിക്കണം, പക്ഷെ അല്ലെങ്കിൽ പ്രകാശം ആവാനുള്ള ഓട്ടത്തിലായിരിക്കണം. ക്രമേണ ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എന്ത് തകർച്ചിലായിട്ട് പറയും, ഞാൻ ഉറപ്പിച്ച് നിങ്ങളത് പറയാം. എല്ലാം തകർന്നടിഞ്ഞ വീടായിക്കൊള്ളട്ടെ, നിങ്ങൾ ഒരാൾ സത്യമായ പ്രകാശം ആവാമോ? നിങ്ങളുടെ നാവ്, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പെരുമാറ്റങ്ങൾ, നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം പ്രകാശമാവും. ക്യാരക്ടറൊക്കെ ഞാൻ പറഞ്ഞത് ആത്മാവിൻ്റെ ഫലങ്ങളൊക്കെ എടുത്ത് പഠിക്കണേ. വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് രൂപപ്പെട്ട് വരുന്നത്. കർത്താവ് എന്നെ വെളിച്ചമാക്കണേ, എന്നെ വെളിച്ചമാക്കണേ, എന്നെ വെളിച്ചമാക്കണേ, കുറവുകളെല്ലാം പുറത്താക്കി തരണേ, എനിക്ക് പറഞ്ഞു തരണേ, എന്നെ ശുദ്ധീകരിക്കണേ. പ്രാർത്ഥിക്കും, വെളിച്ചമായി മാറട്ടെ. അത്ഭുതമായി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം.